സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബയുടെ ഏറ്റവും അവസാനത്തെ ഒരു ആയത്താണിത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞാൻ തരുകയാണ്, പറഞ്ഞേക്കുകയാണ്. നമ്മളിൽ നിന്ന് തന്നെ എന്ന് പറഞ്ഞത് ഒരു മലക്കിനെ പ്രവാചകനായി പറഞ്ഞേച്ചാൽ നമ്മൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം നമ്മൾ പറയും അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല, അവർക്ക് ടോയ്ലറ്റിൽ പോകാനില്ല, അവർക്ക് ജോലി ചെയ്യാനില്ല, പിന്നെ അവർക്കെന്തും പറയാലോ, അങ്ങനെ പറയും. അവർക്കെന്തും പറയാലോ, അവർക്കതിനുള്ള സമയമുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ എന്നൊക്കെ പറയും. അതുകൊണ്ട് മലക്കുകളെ അള്ളാഹു പറഞ്ഞയച്ചില്ല, നമ്മളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഞാനൊരു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിനും പ്രയാസമാണ്. നമ്മുടെ പ്രയാസം നബി തങ്ങളുടെ പ്രയാസമാണ്, നമ്മുടെ വിഷമം നബി തങ്ങളുടെ വിഷമമാണ്, നമ്മുടെ ദുഃഖം നബി തങ്ങളുടെ ദുഃഖമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സ്നേഹിച്ചതിനേക്കാളും കൂടുതൽ പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി തങ്ങളെ മാതാപിതാക്കളെക്കാളും സ്നേഹിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഭാര്യ നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിനേക്കാളും കൂടുതൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഒരു ഭർത്താവ് ഭാര്യയെ കെയർ ചെയ്യുന്നതിലപ്പുറം നബി തങ്ങൾ ഉമ്മത്തിനെ കെയർ ചെയ്തിട്ടുണ്ട്. ഒരു പിതാവ് മാതാപിതാക്കൾ മക്കളോട് കാണിക്കുന്ന വാത്സല്യം, അതിനേക്കാളും വാത്സല്യം ഉമ്മത്തിനോട് നബി തങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ മാതാവിനേക്കാളും പിതാവിനേക്കാളും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെക്കാളൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്നത് ഈ കാരണത്താലാണ്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة. الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي الصلاة على النبي. أنت أم أم أبو നബിയെ, അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ അതോ ഉപ്പയാണോ? أنت أم أم أبو മാ റഅയ്നാ ഫീഹിമാ, ഞങ്ങളുടെ ഉമ്മയിലോ ഞങ്ങളുടെ ഉപ്പയിലോ നിങ്ങളെപ്പോലെയുള്ളൊരു പ്രത്യേകത ഞങ്ങൾ കണ്ടിട്ടില്ല. പറയാം, ഉമ്മയിലും കണ്ടിട്ടില്ല, ഉപ്പയിലും കണ്ടിട്ടില്ല. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച സ്നേഹം ഞങ്ങളുടെ ഉപ്പയും കാണിച്ചിട്ടില്ല, ഞങ്ങളുടെ ഉമ്മയും കാണിച്ചിട്ടില്ല. ശരി തന്നെയല്ലേ? നമ്മൾക്ക് നോക്കാം ശരിയാണോ അല്ലേ? അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിൻ്റെ ഹബീബേ, നിങ്ങൾ ഞങ്ങളോട് കാണിച്ച സ്നേഹവും ഞങ്ങളോട് കാണിച്ച വാത്സല്യവും ഞങ്ങളുടെ ഉമ്മയോ ഞങ്ങളുടെ ഉപ്പയോ ഞങ്ങളോട് കാണിച്ചിട്ടില്ല നബിയേ. ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ്,
നബിയെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട് നബിയെ. ഇർതകബ്തു അലൽ ഖത്വാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ, ഇതാണ് നമ്മുടെ മൻഖൂസ് മൗലീദിൽ നമ്മൾ പാരായണം ചെയ്യുന്നത്. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു നബിയെ. ഗൈറ ഹസ്രിൻ, നിയന്ത്രണമില്ലാതെ പരിധിയില്ലാതെ എത്രയോ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ട് നബിയെ. പക്ഷേ ലക അഷ്കൂ ഫീഹി യാ, ആ തെറ്റുകൾ ഞങ്ങളുടെ ഉമ്മയോടല്ല ഞങ്ങൾ പങ്കുവെക്കുന്നത്, ഞങ്ങളുടെ ഉപ്പയോടല്ല ഞങ്ങൾ പങ്കുവെക്കുന്നത്. ലക അഷ്കൂ ഫീഹി യാ, നിങ്ങളോടാണ് നബിയെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയെ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബിനോട് നമ്മൾ ദുആ ചെയ്യുകയാണ്. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ. നബിയെ, ഖിയാമത്ത് നാളിൽ ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന ഒരു രംഗം വരാനുണ്ട് നബിയെ. ആ സമയത്ത് മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, ഉപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, ഭാര്യ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, ഭർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, മക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആ സമയത്ത് ഞങ്ങളുടെ ഏക പ്രതീക്ഷ അങ്ങാണ് നബിയെ. അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇൻ ളാഅ യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിൻ്റെ ഹബീബേ, ആ മഹ്ശറാ ലോകത്ത് ഞങ്ങൾക്ക് താങ്ങായി തുണയായി തണലായി അങ്ങ് നിൽക്കണം നബിയെ എന്ന് പരിശുദ്ധ ഹബീബിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയാനുള്ളത്, മഹ്ശറാ ലോകത്തുള്ള ഭയാനകമായ രംഗം പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വസ്വാഹിബതിഹി വബനീഹി. നാളെ സ്വന്തം ഉമ്മയിൽ നിന്ന് മക്കൾ ഓടുന്ന ദിവസമാണത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരു ദിവസത്തിന്റെ ദൈർഘ്യം 50,000 വർഷമാണവിടെ. ഒരൊറ്റൊരു ദിവസമാണ് അല്ലാഹു ചോദ്യം ചെയ്യുന്നത്. പക്ഷേ 50,000 വർഷത്തിന്റെ ദൈർഘ്യമുണ്ടവിടെ. ആലോചിച്ചു നോക്ക്. 60, 70, 80 ആകുമ്പോഴേക്കും ജനങ്ങളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. പടച്ചോനെ, ഒന്നെന്നെ കൊണ്ടുപോ, മതി, ജീവിച്ചു മടുത്തു, അല്ലേ? സഇംതു തകാലിഫൽ ഹയാതി വമൻ യഇശ് 80 ഹൗലൻ. 80 വർഷക്കാലം ഒരാൾ ജീവിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മടുക്കാതിരിക്കുക? സഇംതു തകാലിഫൽ ഹയാതി വമൻ യഇശ്. ആരെങ്കിലും ഒരാൾ 80 വർഷക്കാലം ജീവിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മടുക്കാതിരിക്കുക? എന്നാൽ അള്ളാഹുവിൻ്റെ മഹ്ശറ എന്ന് പറയുന്നത് 50,000 വർഷമാണ്. ഫീ യൗമിൻ, ഒരൊറ്റൊരു ദിവസം. പക്ഷേ കാന മിഖ്ദാറുഹു 50,000 സന. 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറ ലോകം. ആ സമയത്തെ രംഗമാണ് അല്ലാഹു പറയുന്നത്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. സ്വന്തം ജ്യേഷ്ഠനെ കണ്ടാൽ, സ്വന്തം സുഹൃത്തിനെ കണ്ടാൽ ഓടിപ്പോകുമെന്നാണ്. വസ്വാഹിബതിഹി വബനീഹി. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ഉമ്മയിൽ നിന്ന് ഉമ്മയെ കണ്ടാൽ, എൻ്റെ ഉമ്മ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന രംഗം ഒന്ന് ഓർത്തു നോക്ക്. ഇന്ന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഉമ്മയുടെ അടുത്തേക്കാണ്. ഉമ്മ നമ്മുടെ ഒരു അഭയമാണ്, ഉമ്മ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഉമ്മയുമായൊന്ന് സംസാരിക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണത്. നമ്മുടെ അഭയം നമ്മുടെ ഉമ്മയാണ്. എന്നാൽ അതേ മാതാവിനെ, അതേ ഉമ്മയെ നാളെ മഹ്ശറാ ലോകത്ത് കാണുമ്പോൾ ഈ മകൻ ഒളിച്ചോടുമെന്നാണ്. വ അബീഹി, ഉപ്പയും നമ്മുടെ അഭയകേന്ദ്രമാണ്. ആ ഉപ്പയെ കാണുമ്പോഴും മക്കൾ ഒളിച്ചോടുമെന്നാണ്. അതേപോലെ മക്കളെ ഏത് പ്രയാസമുള്ള സമയത്ത് പോലും ഉമ്മമാരെ കൈവെടിയാറില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക്
ഒരു മാതാവ് കടന്നു വന്നത് നമ്മൾക്ക് ഓർമ്മയുണ്ട്. തൻ്റെ ഷോൾഡറിൽ, തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചൊരു കുഞ്ഞിനെയുമായിട്ടാണ് കടന്നു വരുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, നബിയേ, നിങ്ങളല്ലയോ പറഞ്ഞത് അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, അള്ളാഹുവിന് ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലയോ നബിയെ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും വാത്സല്യത്തെക്കാളും കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളായ നമ്മോട് സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഉണ്ട് എന്നാണ്. അപ്പൊ ചോദിച്ചു, എൻ്റെ ഈ മാറോട് ചേർത്തിരിക്കുന്ന ഈ പിഞ്ചു പൈതൽ, ഈ കുഞ്ഞിനെ നിങ്ങൾ കണ്ടു, ഇത് അടുപ്പാണ്, തീ പുകഞ്ഞുകൊണ്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്നൊരു അടുപ്പാണിത്. ഈ അടുപ്പത്തേക്ക്, ഈ ഒരു തീയിലേക്ക് എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച ഈ കുഞ്ഞിനെ ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു പറഞ്ഞത് ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നാണ്. എൻ്റെ മകൻ, ഈ മകനെ തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാനറിയില്ല, ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്? നമ്മുടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ, നമ്മുടെ മക്കളൊന്ന് ഓർത്തു നോക്ക്. വലിയ മക്കൾ, കുറച്ച് വലുതായി വാശി പിടിക്കുന്ന മക്കളൊന്നും ഓർക്കണ്ട. ചെറിയ കുട്ടികൾ, നല്ല കുസൃതി പ്രായമുള്ള ആ ഒരു സമയം ഓർത്തു. ആ കുട്ടിയുടെ നമ്മളൊരു തീയിലേക്ക് വലിച്ചെറിയോ? ആ കുട്ടിക്ക് ചെറിയ ഒരു മുള്ള് തറക്കുന്നത് പോലും നമ്മൾക്ക് ഇഷ്ടമാണോ? കുട്ടിക്ക് പനി ബാധിച്ചാൽ നമ്മൾക്കും പനിയാണ്. കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളും ഭക്ഷണം കഴിക്കൂല. ഈ രീതിയിൽ മക്കളെ സ്നേഹിച്ച് വളർത്തിയ നമ്മൾ ആലോചിക്ക്, എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടിക്ക് പ്രയാസമുണ്ടാകുന്ന വല്ലതും നമ്മൾ ചെയ്യോ? ഇല്ല. എന്തുകൊണ്ട്? അവരോടുള്ള സ്നേഹമാണ്. എന്നാൽ ഇവരോട് നമ്മൾക്കുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു നാളെ നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, ഈ ഉമ്മയുടെ വാക്ക് കേട്ട് നബി തങ്ങൾ കരയാൻ തുടങ്ങി. നബി തങ്ങളുടെ താടിരോമങ്ങൾ നനഞ്ഞുപോയി. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല ശാരിദൽ മാരിദൽ മുതമദ്ദിദ്. അള്ളാഹു അടിമകളെ വെറുതെ അങ്ങോട്ട് ശിക്ഷിക്കൂല, വെറുതെ അങ്ങ് നരകത്തിലേക്ക് വലിച്ചെറിയൂല. പിന്നെ ആരെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? അള്ളാഹു ശിക്ഷിക്കുന്നത് ധിക്കാരികളായ അടിമകളെയാണ്, അഹങ്കാരികളായ അടിമകളെയാണ്. വോട്ട് കാട്ടുന്ന അടിമകൾ അതാരാണ്? അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റു ചെയ്യുന്നവർ. അടിമയിൽ നിന്ന് അറിയാതെ തെറ്റുവന്നാൽ അള്ളാഹു ശിക്ഷിക്കുകയേ ഇല്ല. നമ്മൾ അറിയാതെ നമ്മുടെ ഭാഗത്തൊരു തെറ്റുവന്നാൽ അള്ളാഹു അതിൻ്റെ പേരിൽ നമ്മെ ശിക്ഷിക്കുകയില്ല. മറന്നുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു, അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല. അള്ളാഹുവേ, നീ ഞങ്ങളെ ലാ തുഅദ്ദിബ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അള്ളാഹുവേ, അറിയാതെ ചെയ്തതിൻ്റെ പേരിലും മറന്ന് ചെയ്തതിൻ്റെ പേരിലും ഒരു കാരണവശാലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആയത്തിറക്കുന്നുണ്ട്. അള്ളാഹു അറിയാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. പിന്നെ ആരെ ശിക്ഷിക്കുക? അറിയാതെ ചെയ്താൽ തെറ്റാണെന്ന് ബോധമുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു റബ്ബിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? എന്നെ പേടിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നോട് നിങ്ങൾ മാപ്പ് ചോദിച്ചില്ലേ? മാപ്പ് ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. തെറ്റാണെന്നറിഞ്ഞു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നറിഞ്ഞു, എന്നിട്ടും തൗബ ചെയ്യാനോ തെറ്റ് തിരുത്താനോ ഒന്നും തയ്യാറായില്ല. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന രീതിയിൽ തെറ്റിനെ ന്യായീകരിച്ച് നടക്കുന്നവർ, അത്തരം ആളുകളെയാണ് അള്ളാഹു ശിക്ഷിക്കുക. അല്ലെങ്കിൽ ബോധപൂർവം അള്ളാഹു കാണട്ടെ, അള്ളാഹു അറിയട്ടെ, അള്ളാഹു എന്ത് ചെയ്യുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുന്ന ആളുകൾ, അത്തരം ധിക്കാരികളായ ആളുകളെയാണ് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആ ഉമ്മ മക്കളോടുള്ള കാരുണ്യമാണ് ആ ഉമ്മ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ സമീപത്തേക്ക് ഒരു ഉമ്മ കടന്നു വരുന്നുണ്ട്. വയസ്സായൊരു ഉമ്മയാണ്. ആ ഉമ്മയുടെ കയ്യിൽ 2 മക്കളുണ്ട്. ചെറിയ ഒട്ടും പൊട്ടും തിരിയാത്ത 2 മക്കളുണ്ട്.
മഹദിയായ ആയിഷ ബീവിയോട് ചോദിച്ചു വല്ലതും തരണമെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിലുണ്ടായിരുന്ന 3 ഈത്തപ്പഴം എടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഉമ്മ അതിൽ നിന്നൊരു ഈത്തപ്പഴം തന്റെ വലതുഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു, മറ്റേ ഈത്തപ്പഴം ഇടതുഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു. എന്നിട്ട് രണ്ടുപേരും തിന്നുന്നത് ആസ്വദിക്കുകയാണ്. 3ാമത്തൊരു ഈത്തപ്പഴം ആ ഉമ്മ തിന്നാൻ നിൽക്കുമ്പോഴാണ് മറ്റേ 2 കുഞ്ഞുങ്ങളും ഉമ്മയോട് ഉമ്മ ആ ഈത്തപ്പഴം കൂടി തരൂ എന്ന് പറഞ്ഞ് കൈ നീട്ടിയത്. ഉമ്മക്ക് വിശപ്പുണ്ട്, പട്ടിണിയാണ്, ഉമ്മയും പട്ടിണിയാണ്. പക്ഷേ തന്റെ 2 മക്കൾ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും ആ ഒരു ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മയുടെ പട്ടിണി മറക്കുകയാണ്. അതോടുകൂടി ആ ഈത്തപ്പഴം 2 കഷ്ണമാക്കി, ഒരു കഷ്ണം ഒരു കുഞ്ഞിനും മറ്റേ കഷ്ണം മറ്റൊരു കുഞ്ഞിനും കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഈ ഉമ്മ പട്ടിണി കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വേദനിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ മഹദിയായ ആയിഷ ബിബി കാര്യം പറഞ്ഞു. നബിയെ, ഇങ്ങനൊരു ഉമ്മ വന്നത്, അവർക്ക് ഈത്തപ്പഴം കൊടുത്തത്, എന്നിട്ട് ആ ഉമ്മ സ്വന്തം കഴിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് ആ ഭക്ഷണം ആ ഈത്തപ്പഴം 2 മക്കൾക്ക് കൊടുത്തത്. നബി തങ്ങൾ പറഞ്ഞു, ഇതുപോലെയുള്ള മക്കളെ കൊണ്ട് ഏതൊക്കെ ഉമ്മമാരാണ് പരീക്ഷിക്കപ്പെടുന്നത്, ആ ഉമ്മമാർക്കെല്ലാം അല്ലാഹു സ്വർഗ്ഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മക്കളെ കൊണ്ടൊക്കെ വലിയ പരീക്ഷണം ഉണ്ടാവും. ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല, എന്നിട്ടും നമ്മൾ ത്യാഗം ചെയ്യും. ആ ത്യാഗത്തിനൊക്കെ പ്രതിഫലമുണ്ടെന്നാണ്. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ വളർത്തിയതിൻ്റെ പേരിൽ അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യം ഇതാണ്. എന്നാൽ ഇതിനേക്കാളും കാരുണ്യം അല്ലാഹുവിന് നമ്മളോടുണ്ട്. നാളെ മഹ്ശറാ ലോകത്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ. ഉമ്മയ്ക്ക് മക്കളോട് സ്നേഹമുണ്ട്, പക്ഷേ മഹ്ശറാ ലോകത്ത് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മയ്ക്ക് കഴിയില്ല. മുഅ്മിനീങ്ങളെ, ഉപ്പയ്ക്ക് കഴിയില്ല, മക്കൾക്ക് കഴിയില്ല, ഭാര്യയ്ക്ക് കഴിയില്ല, ഭർത്താവിന് കഴിയില്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒരേ ഒരാളാണ്. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഹ്ലനാ ഇല്ലാഅ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് താങ്കൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ നമ്മുടെ എല്ലാ മൗലീദിലും നമ്മൾ പാരായണം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതാണ് സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്ത് പറയുന്നത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞാൻ പറഞ്ഞയച്ചു. എന്തിന്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് അല്ലാഹുവിന്റെ ഹബീബിനും പ്രയാസമാണ്. നമ്മുടെ വേദന നമ്മളെക്കാളും അനുഭവിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ വിഷയത്തിൽ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളുടെ വിഷയത്തിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണ് അല്ലാഹുവിന്റെ ഹബീബ്. നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിജയമാണ് ആഗ്രഹിക്കുന്നത്, നമ്മോട് കാരുണ്യവും നമ്മോട് വളരെ സ്നേഹവുമുള്ളൊരു പ്രവാചകനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞയച്ചത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നബി തങ്ങളുടെ ഒരു പ്രാർത്ഥന, നബി തങ്ങൾ ഉമ്മത്തിനു വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഒരു ദുആ ചെയ്തിട്ടുണ്ടെന്നാണ്. എല്ലാ നിസ്കാരത്തിലും നമ്മൾ എന്തിനാണ് നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറാ ലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവൻ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവരാണ്. എന്നോട് ഏറ്റവും അടുത്തവൻ എൻ്റെ കൂടെ ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നവൻ, എൻ്റെ ശഫാഅത്തിന് അർഹരാകുന്ന ആളുകൾ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബിത്തങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നബിത്തങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നമ്മൾ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നബിത്തങ്ങളുടെ മഹത്വം ഇനി വർദ്ധിക്കാനുണ്ടോ?
ഉണ്ടോ? നബിതങ്ങൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ ദറജ ഓൾറെഡി അള്ളാഹുവിൻ്റെ ഹബീബിന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ സ്വലാത്തിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ്? നബിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മെ സ്നേഹിക്കും. നബിതങ്ങൾക്ക് നമ്മുടെ സ്വലാത്ത് കൊണ്ടൊന്നും കിട്ടാനില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മയും സ്നേഹിക്കും. അപ്പൊ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നബിതങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. നബിതങ്ങൾക്ക് കാര്യമുണ്ടായിട്ടല്ല, ഉമ്മത്തിന് കാര്യമുണ്ടായിട്ടാണ്. നമ്മുടെ കാര്യലാഭമാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത്, നമ്മുടെ കാര്യലാഭമാണ്. നബിതങ്ങൾ പറയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ. നബിതങ്ങൾ വരുന്ന സദസ്സിലേക്ക് സ്വഹാബാക്കൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് നബിതങ്ങൾ അതുപോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ്. നബിതങ്ങൾ വരുമ്പോൾ, ആലിമ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എണീറ്റ് നിൽക്കും. പക്ഷെ നബിതങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല എന്നാണ്. നബിതങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് വെച്ച് സ്വഹാബാക്കൾ എണീറ്റ് നിന്നിട്ടില്ല എന്നല്ല, അവർ എണീറ്റ് നിന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉമ്മത്തിനോട് ഇത്രയും മയത്തോടെ പെരുമാറിയ നബിതങ്ങൾ നമ്മോട് സ്വലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത് നബിതങ്ങൾക്ക് കാര്യലാഭമുണ്ടായിട്ടല്ല, അത് നമ്മുടെ കാര്യലാഭമാണ്. എന്താണതുകൊണ്ട് നമ്മൾക്ക് നേട്ടം? അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി മാറാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസന്നമായ മുഖം കണ്ടപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെടാണ്. നമ്മുടെയൊക്കെ ഭാര്യമാർ അങ്ങനെയാണ് അല്ലേ? നല്ലൊരു സന്തോഷമുള്ള സമയം കാണുമ്പോൾ ഭാര്യമാർ പതുക്കെ വന്നിട്ട് എനിക്ക് അത് വാങ്ങിച്ചു തരുമോ, ഇത് വാങ്ങിച്ചിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. നല്ല ദേഷ്യമുള്ള സമയമാണ്, അങ്ങനെ ഉണ്ടാവില്ല, നല്ല ചുടിച്ചു നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ടൊന്നും വാങ്ങിച്ചു തരാൻ പറയൂല, കാരണം ഒന്നും കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഹാപ്പിയായി ഫ്രീ ആയൊരു സമയത്ത് നമുക്ക് അവിടെ പോയാലെന്തേ, പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയാലെന്തേ, നമ്മൾക്കൊരു സ്വർണം വാങ്ങിച്ചാലെന്തേ, അങ്ങനെയൊക്കെ ഭാര്യമാർ ചോദിക്കും. അതേപോലെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രസന്നമായ മുഖം കണ്ടപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ, ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് അങ്ങ് പ്രാർത്ഥിക്കുമോ നബിയെ എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടി നബി തങ്ങളെ ഒന്ന് ദുആ ചെയ്യുമോ? ആയിഷ ബീവിക്ക് ചോദിക്കാനുള്ളത് അതാണ്. നമ്മൾക്ക് ചോദിക്കാനുള്ളത് ചുരിദാറും സ്വർണവും കൈച്ചെയിനും കാൽ ചെയിനൊക്കെയാണ്, റിങ്ങൊക്കെയാണ്. എന്നാൽ ആയിഷ ബീവിക്ക് ചോദിക്കാനുള്ള, നബി എനിക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്യാൻ എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമ മിൻ ദംബിഹാ വമാ തഅഖർ വമാ അസറത് വമാ അഅലനത്. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവിയുടെ എല്ലാ കഴിഞ്ഞുപോയ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആയിഷ ബീവി രഹസ്യമായി ചെയ്ത തെറ്റുകളെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പരസ്യമായി ചെയ്ത എല്ലാ ചിന്മകൾക്കും നീ മാപ്പ് നൽകണേ അല്ലാഹ് എന്ന് മഹദിയായ ആയിഷ ബീവിക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്തപ്പോൾ ആയിഷ ബീവിക്ക് സന്തോഷമായി. ഫളഹികത്, ആയിഷ ബീവി ചിരിച്ചു. ചിരിച്ചു എന്ന് മാത്രമല്ല, ചിരി കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ്. ചിരിച്ച് 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 നബി തങ്ങളുടെ മടിത്തട്ടിലേക്ക് വീണു. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് നബി തങ്ങളുടെ മടിത്തട്ടിലേക്ക് വീഴുകയാണ്. ഫളഹികത് ആയിഷ റളിയല്ലാഹു അൻഹാ ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്രിഹാ. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് മടിത്തട്ടിലേക്ക് വീഴുകയാണ്. ഫഖാല ലഹാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, ആയിഷ അയസുറുകി ദുആഇ, എൻ്റെ ഈ പ്രാർത്ഥന നിന്നെ സന്തോഷിപ്പിച്ചോ ആയിഷ? എൻ്റെ ദുആ കാരണം നീ സന്തോഷിച്ചോ ആയിഷ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആയിഷ ബീവി ചോദിക്കുന്നത്, മാലീ ലാ യസുറുനി ദുആഉക്, നബിയേ, നിങ്ങളുടെ ദുആയിൽ എങ്ങനെയാണ് നബിയെ ഞാൻ സന്തോഷിക്കാതിരിക്കുക? അങ്ങനൊരു പ്രാർത്ഥനയാണല്ലോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എന്തൊരു ദുആയാണ് നബിയെ! കഴിഞ്ഞു പോയത്, വരാനിരിക്കുന്നത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഇതെല്ലാം പുറത്തു തരണമെന്ന് നിങ്ങൾ ദുആ ചെയ്താൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഒരു ദോഷമെങ്കിലും എനിക്ക് ബാക്കിയുണ്ടാകുമോ നബിയെ? എന്തൊരു ദുആയാണത്! എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും? അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആയിഷ
ആയിഷ, എന്നാൽ നീ കേട്ടോ, വല്ലാഹി ഇന്നഹാ ലദഅവതി ലിഉമ്മതി ഫീ കുല്ലി സ്വലാഹ്. ആയിഷ ബീവി, വല്ലാഹി, അല്ലാഹുവാണേ സത്യം, ഇതാണ് ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി, എൻ്റെ സമുദായത്തിന് വേണ്ടി, എൻ്റെ ശേഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഞാൻ ഇതേ ഒരു ദുആ ചെയ്യുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കൊക്കെ വേണ്ടി അള്ളാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമ്മൾക്ക് നാളെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. സ്നേഹം അമലിനേക്കാളും പ്രധാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അമല് കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല, പക്ഷെ സ്നേഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. സ്വഹാബാക്കളൊക്കെ സ്നേഹിക്കുന്നവരായിരുന്നു, അവർക്കതിൻ്റെ കൂടെ അമലുണ്ടായിരുന്നു. എന്നാലും സ്നേഹത്തിനാണ് അവർ മുൻഗണന നൽകിയത്. സ്നേഹം വളരെ പ്രധാനമാണ്, അല്ലേ? അമലൊന്നുമില്ല എന്ന് വിചാരിക്കുക. നിങ്ങളാരും അമല് ചെയ്തില്ല, അങ്ങനെ വിചാരിക്കുക, അങ്ങനെ സങ്കല്പിക്കുക. അമലൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മൾ നബിത്തങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിച്ചു. സ്നേഹിക്കുമ്പോൾ അമല് വരും, അത് വേറെ വിഷയമാണ്. നബിത്തങ്ങളെ സ്നേഹിക്കുമ്പോൾ നബിത്തങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കും. ഏതായാലും ആലിമീങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ മനസ്സിൽ സ്നേഹിച്ച് നമ്മൾ നടന്നു. ആ സ്നേഹം കൊണ്ട് നമ്മൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ എവിടെ വേണം, നിങ്ങൾ കുറേ സമയമൊന്നും പ്രസംഗിക്കാനില്ല, ഏകദേശം 9 മണിയായി, ഒരു 1-1.5 മണിക്കൂറിന് ഉണ്ടാവുള്ളൂ. ഉദാഹരണം ഞാൻ ചോദിക്കുകയാണ്, മദീനയിൽ വെച്ച് നിസ്കരിക്കലാണോ അല്ല മക്കയിൽ വെച്ച് നിസ്കരിക്കലാണോ ഏറ്റവും പുണ്യമുള്ള അമൽ, ഏറ്റവും പ്രതിഫലമുള്ള അമൽ, ഏറ്റവും കൂടുതൽ കൂലി പ്രതിഫലം എവിടെ വെച്ച് നിസ്കരിച്ചാൽ? മദീന പള്ളിയിലാണോ, മസ്ജിദുൽ നബവിയിലാണോ, മസ്ജിദുൽ ഹറമിലാണോ? എവിടെയാണ്? മദീനയിലോ മക്കയിലോ? എവിടെയാണ്? മക്കയിലാണ്, അല്ലേ? ഒരു റക്അത്തിന് 10 ലക്ഷം പ്രതിഫലമാണ്. ലക്ഷമെന്ന അഭിപ്രായമുണ്ട്, 10 ലക്ഷം എന്ന അഭിപ്രായമുണ്ട്. മദീനയിൽ 1000 റക്അത്തിന്റെ പ്രതിഫലമാണ്. മക്കയും മദീനയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏത് നാടാണ് ഏറ്റവും ഉത്തമമെന്ന് ചർച്ച പണ്ഡിതന്മാർ ആലിമ്യങ്ങൾക്കിടയിലുണ്ട്. മദീനയാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നവരുണ്ട്. അല്ല, മദീനയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളയാണ്. മദീനയും മക്കയും കമ്പയർ ചെയ്താൽ മക്കയാണ്. പക്ഷെ ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം, മണ്ണ്, അത് ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് എന്ന് ആലിമ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അമല് വെച്ച് നോക്കുകയാണെങ്കിൽ മക്കയാണ്, സ്നേഹം വെച്ച് നോക്കുകയാണെങ്കിൽ മദീനയാണ്. ഇതൊരു ക്ലോസ്ഡ് ഓഡിറ്റോറിയം ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റൈലിൽ പ്രസംഗിക്കൽ ഏറ്റവും നല്ലത്. ഇങ്ങനെ ചറപറാന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലേ? അങ്ങനെ തന്നെ നല്ലത്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ മാത്രം പറഞ്ഞാൽ മതി. ഇത് ഏറ്റവും സൗകര്യമാണ് ഇത്തരം സദസ്സുകൾ. മറ്റേ നമ്മുടെ റോഡ് സൈഡിലുള്ള സദസ്സിനേക്കാളൊക്കെ ഏറ്റവും പുണ്യം ഇതാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖൈറാക്കട്ടെ. മദീനയാണോ മക്കയാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ അമല് വെച്ച് നോക്കുമ്പോൾ മക്കയാണ്. കാരണം ഒരു റക്അത്തിന് 10 ലക്ഷം റക്അത്തിന്റെ പ്രതിഫലം മക്കയിലുണ്ട്. പിന്നെയോ മക്കയിൽ വേറെന്താ ഉള്ളത്? കഅബയുണ്ട്. കഅബയെ നോക്കിയിരിക്കൽ പുണ്യമാണ്. കഅബയെ നോക്കിയിരിക്കൽ പുണ്യമാണ്. മക്കയിലുണ്ടെങ്കിൽ ത്വവാഫ് ചെയ്യാം. നമ്മൾക്ക് ത്വവാഫ് ചെയ്താൽ അതിനുള്ള പ്രതിഫലം എന്താ? അള്ളാഹുവിന് വേണ്ടി 7 ത്വവാഫ് ചെയ്യാണ്. കഅബയുടെ ചുറ്റും നമ്മൾ ചുറ്റാൻ, അതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഉംറ ചെയ്യാം. ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടി ഉംറ ചെയ്യാം. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള സമയം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അഥവാ നമ്മൾ ഈ വർഷം ഒരു ഉംറ ചെയ്തു, അടുത്ത വർഷം വീണ്ടും പോയി നമ്മൾ ഉംറ ചെയ്യാൻ. അപ്പോൾ ഈ വർഷത്തിൻ്റെയും ആ അടുത്ത വർഷം ചെയ്യുന്ന ആ ഒരു വർഷക്കാലയളവിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ തൗബയുടെ ആവശ്യം പോലുമില്ലാതെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുമെന്നാണ്. ഉംറയുണ്ട്, ഹജ്ജുണ്ട്, മഖാമു ഇബ്രാഹിം ഉണ്ട്, അതേപോലെ ഹജറുൽ അസ്വദുണ്ട്, ദുആഇൻ ഇജാബത്തുള്ള സ്വർണ്ണ പാത്തിയുണ്ട്, മുൽത്തസമുണ്ട്, കഅബയുടെ വാതിലുണ്ട്, റുക്നുൽ യമാനിയുണ്ട്, നമ്മുടെ സംസം വെള്ളം നിലനിൽക്കുന്ന സ്ഥലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹിജ്ർ ഇസ്മായിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നന്മയുടെ കേന്ദ്രമാണ് മക്ക എന്ന് പറയുന്നത്. എന്നാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മക്കയിൽ നിൽക്കാനല്ല, മദീനയിൽ നിൽക്കാനാണ്, അല്ലേ? നമ്മളൊക്കെ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നത് എവിടെ? മദീനയിൽ.
നമ്മളൊക്കെ ഒരുപാട് കാലം അവിടെ വീടെടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എവിടെ? മദീനയിൽ. എന്തുകൊണ്ട്? അത് സ്നേഹമാണ്. ഇത് സ്വഹാബാക്കളുടെ പാതയാണ്, ഇത് സ്വഹാബാക്കളുടെ വഴിയാണ്. ഉദാഹരണം നമ്മൾക്ക് നോക്കാം. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ദഅവത്തിന് വേണ്ടി നിയോഗിക്കുന്നത് 40-ാമത്തെ വയസ്സിലാണ്. ദഅവത്തിന് വേണ്ടി അല്ലാഹു നിയോഗിക്കുന്നത് 40 വയസ്സായപ്പോഴാണ് നബി തങ്ങൾ പ്രബോധനവുമായി കടന്നു വന്നത്. പർവ്വതത്തിന്റെ മുകളിൽ കയറി നബി തങ്ങൾ ചോദിച്ച ചോദ്യം നമ്മൾക്കറിയാം. ഈ പർവ്വതത്തിന്റെ പിന്നാലെ ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ? അവര് പറഞ്ഞ മറുപടി, ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ഉറപ്പല്ല നബിയെ, ഇന്നേ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നുണ നിങ്ങൾ പറഞ്ഞിട്ടില്ല, ഷുവർ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇത് പറയുമ്പോഴല്ലയോ മക്കക്കാരായ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനോട് ശത്രുത തുടങ്ങിയത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലയോ മഹാനായ ബിലാൽ തങ്ങളെ നഗ്നനാക്കി ചുട്ടുപഴുത്ത മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയി ശരീരത്തിലേക്ക് പാറക്കൂട്ടങ്ങൾ വലിച്ചിഴച്ചു വെച്ചത്. ദാഹിച്ചു വലയുന്ന ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലയോ മഹാനായ ഖബ്ബാബ് തങ്ങളെ വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി തീക്കുണ്ടാരത്തിൽ മലർത്തി കിടത്തിയത്. അത് പോരാഞ്ഞിട്ട് നെഞ്ചത്തേക്ക് ചവിട്ടിയത്. ബോധം നഷ്ടപ്പെട്ടപ്പോൾ ആ തീക്കുണ്ടാരത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലയോ? ഇത് പറയുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബിനെ അവർക്ക് ഇഷ്ടമായിരുന്നു. നബി തങ്ങൾ കളവ് പറയൂല എന്ന് ഉറപ്പായിരുന്നു. നബി തങ്ങൾ വിശ്വസ്തനാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു, സത്യസന്ധനാണെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. സത്യം വിളിച്ചു പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പൊ സംഘടനയിലായാലും രാഷ്ട്രീയ പാർട്ടിയിലായാലും സത്യം വിളിച്ചു പറയുന്ന ആളുകൾ എവിടെയെങ്കിലും ഒരു മൂലക്ക് കൊണ്ടുപോയിരുത്തും. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. സത്യം വിളിച്ചു പറയുന്ന ആളുകൾ എവിടെയെങ്കിലും മൂലക്ക് കൊണ്ടിട്ടിരുത്തും. വിളിച്ചു പറയുന്ന ആൾ, സത്യമായി പറയുന്ന ആളുകൾ പള്ളി കമ്മിറ്റിയിലായാലും അങ്ങനെ തന്നെ സത്യമൊക്കെ മൂടി വെച്ച് ബാലൻസ്ഡായി ഫ്ലെക്സിബിളായി ജീവിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ യുക്തി, അല്ലേ? അങ്ങനല്ലേ? അല്ലേ? എന്തെങ്കിലും മിണ്ടാത്ത അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം, സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ സൈബർ പോരാളികളുടെ കൂട്ടമായ അക്രമമായിരിക്കും. എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞാൽ സൈബർ പോരാളികളുണ്ട്, ലക്കും ലഗാനുമില്ലാത്ത കുറച്ച് സൈബർ പോരാളികൾ. അവരുടെ അറ്റാക്കിങ്, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ ഒരുപാട് കാലം ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും ഭൂമിയിലേക്ക് വരുന്നില്ല. വരുന്നുണ്ടോ? നമ്മൾക്കൊക്കെ ഞാൻ 100 കൊല്ലം ജീവിക്കുമെന്ന് ടെൻഡർ എടുത്തിട്ടാണ് വരുന്നത്? അല്ല. ജീവിക്കുന്ന കാലത്ത് അന്തസ്സോടെ അഭിമാനത്തോടെ സത്യം പറഞ്ഞ് ജീവിക്കുക. ഇനിയിപ്പോൾ നാളെ മരിച്ചുപോയാൽ ഇങ്ങനൊരാൾ ജീവിച്ചു എന്ന് ലോകം ചർച്ച ചെയ്യും, അല്ലേ? ടിപ്പു സുൽത്താനൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് കാലം ഒരു പൂച്ചയെ പോലെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം ഒരു പുലിയായി ജീവിക്കലാണ്. പിന്നെ അത് അനുസ്മരിക്കപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, സത്യം വിളിച്ചു പറയുന്നത് പലപ്പോഴും പലരെയും വേദനിപ്പിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സത്യം, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറാ, നിങ്ങളുടെ തല തെറിച്ചാലും സത്യം പറയുന്നതിൽ നിങ്ങൾ മടി കാണിക്കരുത്. ജീവിതത്തിൽ സത്യമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അല്ലാ യഖാഫ ഫില്ലാഹി ലൗമത ലായിം, ദീനിന്റെ വിഷയം പറയുമ്പോൾ ഒരാളെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഭരണകർത്താക്കളെ കുറിച്ചൊരു ആയത്ത് പറയുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമുസ് സ്വലാത്ത വആതവുസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രം പേടിക്കുന്നവർ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർ, ഇവർ മാത്രമേ പള്ളി ഭരിക്കാൻ പാടുള്ളൂ എന്ന് ആണയിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ മാത്രം പേടിക്കുക, വേറെ ഒരാളെയും പേടിക്കാതെ ഹഖായി പറയുന്ന ആളുകൾക്ക് മാത്രമാണ് പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പൊ നമ്മൾ സത്യമായി നമ്മൾ വിളിച്ചു പറയണം. എവിടെയും അതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല. അത് ആരായാലും ശരി, അല്ലേ? നമ്മളൊക്കെ മൂടി വെച്ചാൽ പിന്നെ ആരിതൊക്കെ പറയാം? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് കണ്ണിലെ കരടായി മാറിയത്. അതുവരെ കൃഷ്ണമണിയായിരുന്നു, നബിതങ്ങളെ വല്ലാത്ത സ്നേഹമായിരുന്നു. അതുവരെ നബിതങ്ങളെ, എന്തിനേറെ നബിതങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് കഅബയുടെ വിഷയം തർക്കത്തിൽ വരികയാണ്. കഅബയിൽ ഹജറുൽ അസ്വദ് ആരാണതിന്റെ സ്ഥലത്തേക്ക് മാറ്റിവെക്കുക എന്നൊരു ചർച്ചാ വിഷയം വന്നപ്പോൾ അവിടെ വലിയൊരു യുദ്ധത്തിന് കാരണമായി. വലിയൊരു പടക്കളം, വലിയൊരു യുദ്ധക്കളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായി. ആ സമയത്ത് അവർ തീരുമാനിക്കാൻ ഏൽപ്പിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അന്ന് നബിതങ്ങൾ പ്രവാചകനല്ല, നബിതങ്ങളുടെ വിശ്വസ്തത കണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ഏൽപ്പിച്ചതാണ്. ആ ഹബീബിനെയാണ് സത്യം തുറന്നു പറഞ്ഞപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ചില ആളുകൾ തയ്യാറായത്. അതേപോലെ സത്യം തുറന്നു പറയുന്നവർക്കെതിരെ ശബ്ദങ്ങൾ ഉണ്ടാവും, ഒതുക്കി നിർത്താൻ ശ്രമിക്കും, ഭീഷണികൾ ഉണ്ടാകും. അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. ജീവിക്കുന്ന കാലം വരെ അന്തസ്സോടെ ജീവിക്കണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ 23 വർഷമാണ്, 10 വർഷമാണ് മക്കയിൽ പ്രബോധനം നടത്തിയത്. ആ 10 വർഷം അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും കഅബയിൽ പോയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞേക്കുന്നത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന് വിഷമമുണ്ടായിരുന്നു. ഗൾഫ് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്നൊരു വിഷമമുണ്ട്. നമ്മുടെ കണ്ണിൽ നിന്ന് ഇറ്റി വീഴാറുള്ള കണ്ണുനീർത്തുള്ളികൾ നമ്മുടെ നാടിനോട് നമ്മൾക്കുള്ള സ്നേഹമാണത്. അതേപോലെ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവേ, ഈ മക്കയെ എനിക്കിഷ്ടമാണ് റബ്ബേ, അതേപോലെ എനിക്ക് മദീനയോടും നീ സ്നേഹവും ഇഷ്ടവും തരണേ അല്ലാ. മക്കയെ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ മദീനയെ ഇഷ്ടപ്പെടാൻ നീ എനിക്ക് ആ ഒരു സ്നേഹം എന്റെ മനസ്സിലേക്ക് തരണേ എന്ന് ദുആ ചെയ്തിട്ടാണ് മദീനയിൽ പോകുന്നത്. പിന്നെ എന്തുണ്ടായി? 13 വർഷക്കാലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ദഅവത്ത് നടത്തുകയാണ്, മദീനയിൽ പ്രബോധനം നടത്തുകയാണ്, മദീനയിൽ ദഅവത്ത് നടത്തുകയാണ്, മദീനയിൽ പ്രബോധനം നടത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെ 13 വർഷം കാലം അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മദീനയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മദീനയിലെത്തി ഒരു 7 വർഷം കഴിഞ്ഞപ്പോഴല്ലേ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. എന്റെ വിഷയം ശ്രദ്ധിക്കണേ. ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം, ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സ്നേഹമാണ്. അമലിനേക്കാളും പ്രാധാന്യം സ്നേഹത്തിനാണ്, അമലിനേക്കാളും പ്രസക്തി എന്നൊരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സമീപത്തേക്ക് ബക്കറ്റ് വരും. അപ്പൊ നമ്മുടെ തിരൂർ മേഖലയിൽ നമ്മുടെ SKSSFന്റെ പ്രവർത്തകർ ഒരുപാട് സ്തുത്യർഹമായ സേവനം കാഴ്ചവെക്കുന്നുണ്ട്. റഫീഖ് അഹമ്മദും സാഹിബും അദ്ദേഹത്തിന്റെ കൂടെയുള്ള SKSSFന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരൊക്കെ എത്രയോ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ സമീപത്തേക്ക് ബക്കറ്റ് വരും. ബക്കറ്റ് വരുമ്പോൾ വളരെ മാന്യമായൊരു തുക നിങ്ങൾ ഇട്ട് കൊടുക്കണം. അർശിന്റെ തണൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ സാഹചര്യം ആ ബക്കറ്റുകളിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്തൊരു സ്വതക്ക എവിടെയെന്ന് ചോദിച്ചാൽ അത് ബക്കറ്റിലാണ്. അതുകൊണ്ട് നല്ല തുക ഇട്ട് കൊടുക്കുക. അർശിന്റെ തണൽ കിട്ടുന്ന സ്വതക്കയാണത്, അല്ലേ? ബക്കറ്റിൽ നിങ്ങൾ കൊടുത്തത് നിങ്ങളുടെ ഇടത് കൈ അറിയോ? നിങ്ങളിവിടെ ഇല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ആരാണ് ഒരു 1000 രൂപ തരാന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കൈപൊക്കും. അപ്പൊ ഞാൻ കാണും, ഇവരൊക്കെ കാണും. നേരെ മറിച്ച് ആ ഒരു 1000 രൂപ ഞാൻ ചോദിക്കുമ്പോൾ കൈപൊക്കുന്നതിന് പകരം നിങ്ങളുടെ സമീപത്തേക്ക് വരുന്ന ബക്കറ്റിലേക്ക് നിങ്ങളൊന്ന് ചുരുട്ടിയിട്ടാൽ നിങ്ങളുടെ ഇടത് കൈ പോലും അറിയില്ല. അത് അർശിന്റെ തണൽ കിട്ടാനുള്ള ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. നമ്മുടെ സദസ്സുകൾക്കിടയിൽ ഇടയ്ക്കിടെ വരുന്ന ബക്കറ്റുകൾ, ആ ബക്കറ്റുകളെ നാളെ അർശിന്റെ തണൽ കിട്ടാനുള്ളൊരു കാരണമായി നിങ്ങൾ കണ്ടെത്തുകയും വളരെ മാന്യമായ സ്വതക്കകൾ ഇതിലിട്ട് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ചെറിയ 10 രൂപ 20 രൂപ 50 100 അതൊന്നും ഇട്ടിട്ടും കാര്യമില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല, നമ്മൾക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവില്ല. നമ്മൾക്ക് എപ്പോഴാണെങ്കിലും അള്ളാഹു പ്രതിഫലം നൽകുന്നത് ഇഷ്ടപ്പെട്ടത് കൊടുക്കുമ്പോഴാണ്. ആർക്കും വേണ്ടാത്തത് കൊടുക്കുമ്പോൾ കൂലിയുണ്ട്, പക്ഷെ യഥാർത്ഥ കൂലിയില്ല.
കൂലിയുണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. അതാണ് അതിന്റെ അവസ്ഥ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം തരുന്നത്. ഇപ്പൊ കൂലിയുണ്ട്, കുറച്ച് കൊടുത്താലുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ ഉണ്ടോ? ഉണ്ട്. ഇല്ലേ? ഇല്ല. ആ ഒരു അവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് വേണ്ടി, നാളേക്ക് വേണ്ടി നല്ലൊരു സംഖ്യ തന്നെ നമ്മൾ ആ ബക്കറ്റിലിടുക. നമ്മൾക്ക് അള്ളാഹു അർശിന്റെ തണൽ നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 7 വർഷം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ 10,000 സ്വഹാബാക്കളും മക്കയിലെത്തി. ഇവിടെ ഇല്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലേ? നബിത്തങ്ങളും സ്വഹാബാക്കളും മക്കയിലെത്തി. മക്കയിൽ നിന്ന് മദീന പോയി, മദീനയിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി. മക്കയിലാണ് കഅബയുള്ളത്. തവാഫ് ചെയ്യാം, ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജ് ഒരാൾ ചെയ്താൽ അല്ലാഹു അവർക്ക് നൽകാൻ പോകുന്നത് പരിപൂർണമായ പ്രതിഫലമാണ്, സ്വർഗ്ഗമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗമാണ് സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം, സ്വർഗ്ഗമാണ്. അല്ലാഹു നമ്മൾക്ക് സ്വർഗ്ഗം നൽകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നബി തങ്ങൾ 7 വർഷം കഴിഞ്ഞ് മക്കയിൽ തന്നെ നിൽക്കണമായിരുന്നു, അല്ലെ? തിരിച്ചു വന്ന് മക്ക കീഴടക്കി. പിന്നെ എന്തിനാണ് നബി തങ്ങൾ മദീനയിൽ പോയത്? നബി തങ്ങൾ മദീനയിൽ പോയി. അതേപോലെ തന്നെ സ്വഹാബാക്കളും മദീനയിൽ പോയി. നബി തങ്ങളും പോയി, സ്വഹാബാക്കളും പോയി. അമലിനാണ് പ്രാധാന്യമെങ്കിൽ സ്വഹാബാക്കൾ എന്ത് ചെയ്യുമായിരുന്നു? നബി തങ്ങളുടെ കൂടെ മക്കയിൽ പോവില്ല. അവരെന്ത് ചെയ്യും? മക്കക്കാരായ സ്വഹാബാക്കളൊക്കെ മക്കയിൽ നിന്നിട്ട് ഒരു റക്അത്തിന് 10 ലക്ഷം പ്രതിഫലമുള്ള മക്കയിൽ നിസ്കരിക്കും. കഅബയിൽ തവാഫ് ചെയ്യും, ഉംറ ചെയ്യും, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യും, ഹജറുൽ അസ്വദ് ചുംബിക്കും. ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി അമലല്ല പ്രധാനം സ്നേഹമാണ്. അതുകൊണ്ട് നബി തങ്ങളുടെ കൂടെ അവർ മദീനയിലേക്ക് പോയി. ഇനി ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ഉള്ളത് കൊണ്ട് അവർ മദീനയിലേക്ക് പോയി എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. എന്നാൽ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം എന്തേ ആ മദീനക്കാരായ സ്വഹാബാക്കൾ മക്കയിൽ വന്ന് താമസിക്കാത്തത്? എന്നാൽ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മക്കയിലേക്ക് വരാലോ, മക്കയിൽ വന്ന് താമസിക്കാമല്ലോ. പക്ഷെ അവർ താമസിച്ചില്ല. എന്തേ? അവർക്കറിയാം അല്ലാഹുവിന്റെ ഹബീബ്, ആ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടേ നാളെ മഹ്ശർ ആ ലോകത്ത് രക്ഷപ്പെടുള്ളൂ എന്ന്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മണ്ണിൽ തന്നെ കിടന്ന് മരിക്കാൻ അവർ കൊതിക്കുകയാണ്. ആ മണ്ണിൽ തന്നെ കിടക്കണം, ആ മണ്ണിൽ തന്നെ മരിക്കണം, ആ മണ്ണിൽ തന്നെ അമൽ ചെയ്യണം. അതിനേക്കാളും എത്രയോ പ്രത്യേകതകൾ ഈ മക്കയ്ക്കുണ്ടെങ്കിലും അമലിനേക്കാളും പ്രധാനം സ്നേഹമാണെന്ന് മനസ്സിലാക്കി എല്ലാ സ്വഹാബാക്കളും മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. മദീനയിൽ തന്നെ മരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. യാത്ര പോലും മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും യാത്ര പോലും ഉപേക്ഷിച്ചു എന്നാണ്. എന്തേ? മദീനയുടെ പുറത്ത് വെച്ച് മരിക്കുമോ എന്ന് പേടിച്ച് യാത്ര പോലും ഒഴിവാക്കി എന്നാണ്. ഒരു അറാബിയുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി, വമാ അഅദത്ത ലിസ്സാ, നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്നാണ്. ഖിയാമത്ത് നാൾ ഇന്ന് നടന്നേക്കാം, നാളെ നടന്നേക്കാം, അത് എപ്പോ വേണമെങ്കിലും നടന്നോട്ടെ, അതൊന്നും ഇവിടെ വിഷയമേ അല്ല. ഇപ്പൊ നാളെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയാണെങ്കിലും നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടിയെ നീ നട്ടു വളർത്തണമെന്നുള്ള പ്രതീക്ഷയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നൽകിയത്. ഖിയാമത്ത് നാൾ നാളെയാണെന്ന് അറിഞ്ഞു. ഞാൻ പറയാൻ കാരണം, ചില ആളുകൾ ഖിയാമത്ത് നാൾ വരല്ലേ, എന്തിനാ വീട്, എന്തിനാ ജോലി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഖിയാമത്ത് നാൾ നാളെയാണെന്ന് അറിഞ്ഞാലും നിനക്കും നിന്റെ കുട്ടികൾക്കും വേണ്ടി നീ വീടെടുക്കണം. അത് നാളെ ആയിക്കോട്ടെ, എന്നാലും നീ എടുക്കണം എന്നുള്ള പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത്. അപ്പൊ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന ചർച്ച നമ്മൾക്ക് ആവശ്യമില്ല, അത് ഏത് സമയത്തും വന്നോട്ടെ. പക്ഷേ നമ്മുടെ ചർച്ച ഇന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ നാളെ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ എന്താണ് നാളത്തെ ഖിയാമത്ത് നാൾ കഴിഞ്ഞ് മഹ്ശർ ലോകത്തേക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുക്കി വെച്ചത്? എൻ്റെ ഞാനൊക്കെ ഏറെ സ്നേഹിക്കുന്ന, എന്നെ അതിനേക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കുടുംബത്തിലെ എൻ്റെ മൂത്താപ്പയുടെ മകൻ ഒരു 3 ദിവസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായി മരിച്ചു പോവുകയുണ്ടായി. അതോടുകൂടി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെടുകയാണ്. ഒരു രോഗവുമില്ല, പ്രത്യേകമായൊരു രോഗമില്ല. എൻ്റെ മകൻ പറയാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനും എൻ്റെ തന്നെ ഒരു വാല് കേട്ടു,
വഅദ് കേട്ടിട്ട് മകനോട് പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞ്, ഓക്കാനം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 2-3 ടാബ്ലറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ഇരുന്നിട്ട് മകൻ്റെ മടിത്തട്ടിലേക്ക് വീണ് മരിച്ചു പോവാണ്. വലിയ പ്രായമൊന്നുമില്ല, ഒരു 50 അതിനോടടുത്തൊരു പ്രായമുള്ളൂ. ഒരു സൂചന പോലുമില്ലാതെ അദ്ദേഹത്തിൻ്റെ മാതാവ് രോഗിയായിട്ട് വർഷങ്ങളായി, അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയായിട്ട് വർഷങ്ങളായി. അല്ലാഹു ആ മാതാവിന് ശിഫ നൽകട്ടെ, അല്ലാഹു ആ മാതാവിന് ഖൈറായത് അല്ലാഹു നൽകട്ടെ. പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിലും ഒരു ഗ്യാരണ്ടി ഇല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നാളെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമെന്ന്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നും വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ നാളെ മരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും. ആ രഹസ്യങ്ങൾ നമ്മുടെ ഭാര്യമാരുമായി ഷെയർ ചെയ്തേക്കണം. നമ്മുടെ ഉമ്മമാരോട് പറയണം, ഉപ്പമാരോട് പറയണം, മക്കളോട് പറയണം, വസിയത്ത് ചെയ്യണം. ഞാനൊക്കെ രോഗിയായി കിടന്നിട്ട് കിടപ്പിൽ വെച്ചിട്ട് വസിയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചുപോയാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവിടെ തന്നെ ബാക്കിയാകും. അതുകൊണ്ട് എന്ത് വേണം? ഇടയ്ക്കിടെ നമ്മുടെ മനസ്സിന്റെ ഞാൻ മരിച്ചാൽ ഇനി എന്തൊക്കെ വേണമെന്നുള്ള വസിയത്ത് നമ്മൾ ഇടയ്ക്കിടെ നൽകിക്കൊണ്ടേയിരിക്കണം. ഭാര്യയോട് പറയാം, മക്കളോട് പറയാം, അടുത്ത സുഹൃത്തുക്കളോട് പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ അറിയാതെ സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും, കടം കൊടുക്കാനുണ്ടാകും, കടം കിട്ടാനുണ്ടാകും. നിങ്ങൾ മരിച്ചുപോയാൽ ആർക്കതറിയാം? 1 ലക്ഷം നിങ്ങൾ കൊടുക്കാനുണ്ട്, അത് ആർക്കറിയാം? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആർക്കറിയാം? നാളെ നിങ്ങൾ മരിച്ചുപോയി, ഭാര്യക്കറിയില്ല, മക്കൾക്കറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യയോട് പോയി വസിയത്ത് ചെയ്യണം, എനിക്ക് ഇത്രയൊക്കെ തുക കൊടുക്കാനുണ്ട്, ഇത്രയൊക്കെ തുക കിട്ടാനുണ്ട്, ഞാൻ മരിച്ചാൽ നീ ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്, അവിടെ അതുണ്ട്, അതിവിടെ, എല്ലാ കാര്യങ്ങളും വെരി ഡീറ്റെയിലായി നമ്മുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ നമ്മൾ വസിയത്ത് ചെയ്ത് മരണത്തെ നമ്മൾ കാത്തിരിക്കണം. അതോടൊപ്പം അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന മുടികൾ കളയുക എന്നുള്ളത്. സുന്നത്തായ മുടികൾ നമ്മൾ കളയാനുണ്ട്. പരിശുദ്ധ ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണ് നഖം വെട്ടണമെന്നുള്ളത്, ഗുഹ്യരോമങ്ങൾ വെട്ടിമാറ്റണമെന്നുള്ളത്, നമ്മുടെ ശരീരത്തിലുള്ള നീക്കപ്പെടേണ്ട പല മുടികളും നീക്കണമെന്നുള്ളത് സുന്നത്താണതൊക്കെ. അതുകൊണ്ട് അത്തരം നീക്കപ്പെടേണ്ട മുടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരാഴ്ചയിലെങ്കിലും വൃത്തിയാക്കാൻ നമ്മൾ സന്മനസ് കാണിക്കണം. ബാർബർ ഷോപ്പിൽ പോയി താടി നമ്മൾ സെറ്റ് ചെയ്യൂലേ? എല്ലാ ആഴ്ചയിലും മുടി നമ്മൾ സെറ്റ് ചെയ്യൂലേ? അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലുള്ള അള്ളാഹുവിന്റെ ഹബീബ് നീക്കം ചെയ്യാൻ കൽപ്പിച്ച മുടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. കാരണം നമ്മൾ പെട്ടെന്ന് മരിച്ചുപോയി, അതൊന്നും നീക്കം ചെയ്യാത്ത രീതിയിൽ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മയ്യിത്ത് കുളിപ്പിക്കുന്നവരുണ്ടാകും. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹു. ബദ്ർ യുദ്ധത്തിൽ മക്ക മുശ്രിക്കീങ്ങളിൽപ്പെട്ട ചില ആളുകളെ യുദ്ധത്തിൽ വെച്ച് കൊന്നു എന്നതിന്റെ പേരിൽ, അവരെ വെട്ടി എന്നതിന്റെ പേരിൽ മഹാനായ ഖുബൈബ് തങ്ങളെ ചതിയിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് നിന്ന് ആ കുടുംബക്കാര് കൊണ്ടുവരികയാണ്, ചതിയിലൂടെ കൊണ്ടുവരികയാണ്. എന്ത് പഠിപ്പിക്കാൻ? ഇസ്ലാം പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഞങ്ങൾക്ക് ചില ആളുകളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ടല്ലയോ കൊണ്ടുവന്നത്? അങ്ങനല്ലേ 6 പേരെ കൊണ്ടുവന്നത്? അതിലൊരാൾ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആണ്. ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ മക്കക്കാരുടെ കൈകളിലേക്ക് എത്തിയപ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി അവർ പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കാരണം ഇവരുടെ കുടുംബത്തിലെ 2-3 ആളുകളെ ബദറിൽ വെച്ച് പരാജയപ്പെടുത്തിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ വധിക്കാൻ, തൂക്കിലേറ്റാൻ വേണ്ടി ഒരു വീട്ടിൽ ജയിലിലാക്കി, വീട്ടിൽ തന്നെ ജയിലിലാക്കി അടക്കുകയാണ്, വീടിലാക്കി മഹാനായ ബന്ധനത്തിലാക്കുകയാണ്. മഹാനായ ഖുബൈബ് തങ്ങളെ വീട്ടു തടങ്കലിലിടുകയാണ്. പുറത്തു പോകാൻ കഴിയില്ല, ഇങ്ങോട്ടേക്ക് ആർക്കും വരാൻ കഴിയില്ല, ഒരു വീട്ടിലാണ്. ആ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു വീട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു കത്തി തരുമോ എന്ന്, എനിക്കൊരു കത്തി വേണം, കത്തി തരുമോ എന്ന് ചോദിച്ചു. അവർ കത്തി കൊടുത്തു. എന്തിനാണ് ആ കത്തി ചോദിച്ചതെന്നറിയോ? ആ വീട്ടുകാരുടെ മകൻ, ആ വീട്ടുകാരുടെ ഒരു കുട്ടി മഹാനായ ഖുബൈബ് തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. കത്തി കൊടുത്തപ്പോഴാണ് വീട്ടുകാർ ഓർത്തുപോയത്, യാ അല്ലാഹ്, ഞങ്ങളുടെ കുട്ടി ഖുബൈബിന്റെ കയ്യിലാണല്ലോ, ആ കത്തി കൊണ്ട് കുഞ്ഞിന്റെ കഴുത്ത് മുറിച്ചു മാറ്റുമോ എന്ന പേടി വീട്ടുകാർക്കുണ്ടായിരുന്നു.
പക്ഷെ മഹാനായ ഖുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ കത്തി വാങ്ങിച്ചത് എന്റെ ആന്തരിക അവയവങ്ങളിലുള്ള സുന്നത്തായ മുടികളെ നീക്കാൻ വേണ്ടിയാണ്. മരിക്കാൻ പോകുമ്പോഴുള്ള തയ്യാറെടുപ്പാണത്, മരണപ്പെടാൻ പോകുമ്പോഴുള്ള തയ്യാറെടുപ്പാണത്. സുന്നത്തായ ഒരു കർമ്മം ചെയ്തിട്ട് മരിച്ചു പോകാൻ മഹാനായ ഖുബൈബ് തങ്ങൾ തയ്യാറെടുക്കുകയാണ്. അതേപോലെ ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും നമ്മളൊക്കെ മരിച്ചു പോകാം. അതിനുവേണ്ടി തയ്യാറായി തന്നെ നമ്മൾ ഇരിക്കണം. എന്ത് തെറ്റ് ജീവിതത്തിൽ വന്നാലും ഉടനെ തന്നെ തൗബ ചെയ്ത് മടങ്ങണം. എന്തെങ്കിലും ഒരു ഹറാമ് കണ്ടാൽ അസ്തഗ്ഫിറുല്ലാഹ്, എന്തെങ്കിലും ഒരു ഹറാമ് ചെയ്താൽ അസ്തഗ്ഫിറുല്ലാഹ്. തെറ്റു ചെയ്ത് അവസാനം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു തെറ്റുപോലും നമ്മളിലില്ലാതെ ചെയ്ത തെറ്റുകളെല്ലാം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഒരു തെറ്റുപോലും ബാക്കിയില്ല എന്നുറപ്പിച്ചിട്ടേ നമ്മൾ കിടന്നുറങ്ങാൻ പാടുള്ളൂ. കാരണം ഉറക്കിലുള്ള മരണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഉറക്കിൽ മരണപ്പെടുന്നത് ഇന്ന് സർവ്വസാധാരണയായി മാറുകയാണ്. അറ്റാക്ക് ഇല്ലേ? ഗൾഫിലൊക്കെ എത്ര മരണം നടക്കുന്നുണ്ട്. ഉറങ്ങാൻ കിടന്നവർ രാവിലെ ഉണരുന്നില്ല. അങ്ങനെ ഉറക്കത്തിലുള്ള മരണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ഒരു തെറ്റും ഇന്ന് ബാക്കിയില്ല എന്ന ഉറപ്പോടെയാണ് നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കേണ്ടത്. അത് കഴിയൂലേ? കഴിയില്ലേ? ഒരു തെറ്റുമില്ലാതെ ഉറങ്ങാൻ കഴിയില്ലേ? കഴിയും. എങ്ങനെ? അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ എല്ലാ ആളുകളുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് ആദ്യം മുഅ്മിനീങ്ങളായ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾക്ക് അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്തിട്ട്, അല്ലാഹുവേ, ഞാൻ ഇന്ന് ചെയ്ത എല്ലാ തെറ്റുകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് റബ്ബേ, മാപ്പ് ചോദിക്കുകയാണ് റബ്ബേ. നാളെ മുതൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, എനിക്ക് പുറത്തു താ അല്ലാഹ്, എനിക്ക് മാപ്പ് താ അല്ലാഹ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങിയാൽ നിങ്ങൾ ഉറങ്ങുന്നത് ഒരു തെറ്റുമില്ലാതെയാണ്. കാരണം അത്താഇബു മിനദ് തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നവൻ, തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ, തെറ്റിൽ നിന്ന് അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റിൽ നിന്ന് ഖേദിച്ചു മടങ്ങി. ഉദാഹരണം, ഞാനൊരു തെറ്റ് ചെയ്തു. ആ തെറ്റ് ചെയ്തിട്ട് എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി. ഞാൻ ഉടനെ പറഞ്ഞു, പഠിച്ചോനെ, എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നു പോയി, പഠിച്ചോനെ നീ എനിക്ക് പുറത്തു താ അല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് നീ മാപ്പ് താ റബ്ബേ, ഇനി ഞാനത് ആവർത്തിക്കില്ല. അതോടുകൂടി എൻ്റെ പാപം അള്ളാഹു പുറത്തു തന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ വേദനയൊന്നും വന്നിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണിത്. അത്താഇബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹ്. ഒരാൾ തെറ്റു ചെയ്തു, ആ തെറ്റിൽ നിന്ന് അയാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. ഇത് ആരാ പറഞ്ഞത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടില്ല. എല്ലാം അള്ളാഹു പറയാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തൗബ ചെയ്ത് അവസാനം ഉറങ്ങാൻ കിടക്കുമ്പോൾ തൗബ ചെയ്ത് ഉറങ്ങാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ തെറ്റില്ലാതെ കിടന്നുറങ്ങാൻ കഴിയും. ആ ഉറക്കത്തിൽ മരണപ്പെട്ടു പോയാൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകില്ലയോ? ആ ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അള്ളാഹു സ്വർഗം നൽകില്ലയോ? അതുകൊണ്ട് തെറ്റു ചെയ്ത് തൗബ ചെയ്യാതെ നടക്കുന്നവരെയാണ് അള്ളാഹുവിന് കോപം. തെറ്റു ചെയ്ത് തൗബ ചെയ്യാതെ പശ്ചാത്തപിക്കാതെ നടക്കുന്നവരെയാണ് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മദീനയിലേക്ക് വരികയാണ്. എന്നിട്ട് മദീനയിലേക്ക് തിരിച്ചുപോയി. നബി തങ്ങളോട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന്. നബി തങ്ങൾ ചോദിച്ചത്, നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിനോട് മറുപടി പറഞ്ഞത്, ഹുബ്ബുല്ലാഹി വറസൂലിഹി,
അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ വേറെ ഒന്നും എന്നിലില്ല എന്ന് അഅറാബി അള്ളാഹുവിന്റെ ഹബീബിനോട് പറയുമ്പോഴാണ് നബി തങ്ങൾ മറുപടി പറയുന്നത്, ഫഇന്നക മഅമൻ അഹബബത, നീ സ്നേഹിച്ചിട്ടുണ്ടോ എങ്കിൽ നീ സ്നേഹിച്ചവരുടെ കൂടെ നാളെ മഹ്ശറാ ലോകത്തൊരുമിച്ച് കൂടാം, നാളെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂടാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ മുസ്ലിമായതിനു ശേഷം, ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹദീസ് ഇതാണ്, ഫഇന്നക മഅമൻ അഹബബത, നീ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണ് എന്ന് പരിശുദ്ധ ഹബീബിന്റെ ഹദീസാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയത്. കാരണം എന്തേ? ഫഇന്നി ഉഹിബ്ബു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ അബൂബക്കറിനെ ഇഷ്ടമാണ്, ഉമറിനെ ഇഷ്ടമാണ്, ഉസ്മാനിനെ ഇഷ്ടമാണ്, അലീനെ ഇഷ്ടമാണ്. ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അവരുടെ കൂടെ ഞങ്ങളും സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം അലി തങ്ങൾ ചെയ്തതുപോലെ, ഉമർ തങ്ങൾ ചെയ്തതുപോലെ, ഉസ്മാൻ തങ്ങൾ ചെയ്തതുപോലെ, മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെയ്തതുപോലെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടില്ലെങ്കിലും ഈ ഒരു മഹാന്മാരെ സ്നേഹിച്ചത് കാരണത്താൽ അല്ലാഹു നാളെ സ്വർഗ്ഗം നൽകുമെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അപ്പൊ സ്നേഹത്തിന് പ്രാധാന്യമില്ലേ? ഹബ്ബു റസൂൽ പ്രഭാഷണം സംഘടിപ്പിച്ചതിൽ പ്രസക്തിയില്ലേ? ഇല്ലേ? ഇനി മറ്റൊരു ഹദീസ് കേൾക്ക്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഒരാളും നിങ്ങളുടെ അമലുകൾ കൊണ്ട് നാളെ രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്ത അമല് കൊണ്ട് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പൊ സഹാബാക്കൾക്ക് അത്ഭുതം, ഇത്രയൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് അമല് കൊണ്ട് രക്ഷപ്പെടൂല എന്നാണ് ഈ പറയുന്നത്. നബിയേ വലാ അൻസ്, നിങ്ങളും രക്ഷപ്പെടില്ലേ? നിങ്ങളും നിങ്ങളുടെ അമല് കൊണ്ട് രക്ഷപ്പെടില്ലേ? നബി തങ്ങൾ പറഞ്ഞു വലാ അന, ഞാനും രക്ഷപ്പെടൂല. സഹാബാക്കൾക്ക് അത്ഭുതമായി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇല്ലാ തഗമ്മദനി അല്ലാഹ്, അല്ലാഹു തആല അവന്റെ ഫളുലും അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും ഇല്ലാതെ ഒരാൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അവർ എത്ര അമൽ ചെയ്താലും ശരി, എത്ര അമൽ ചെയ്താലും റബ്ബിന്റെ കാരുണ്യമില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 500 വർഷക്കാലം ജീവിതത്തിൽ നിസ്കരിച്ചു തീർത്തൊരു ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു മഹാന്റെ ചരിത്രം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. 500 വർഷക്കാലമാണ് അള്ളാഹുവിനെ ആരാധിച്ചത്. അയാൾ മരിച്ചുപോയി. അപ്പോഴാണ് അല്ലാഹു തആല അദ്ദേഹത്തെ നേരെ മഹ്ശറയിലേക്ക് കൊണ്ടുപോയി അല്ലാഹു അയാളോട് ചോദിക്കുന്നത്, മനുഷ്യ, നീ ഇന്ന് രക്ഷപ്പെടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? 500 വർഷക്കാലം സുജൂദിൽ കിടന്ന മനുഷ്യനോടാ ചോദിക്കുന്നത്, നീ ഇന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അയാൾ പറഞ്ഞു, ഉറപ്പല്ലേ, ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആരാ രക്ഷപ്പെടുക? 500 വർഷക്കാലം ഞാൻ സുജൂദിൽ കിടന്ന് നിസ്കരിച്ചിട്ട് ഞാൻ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പാണ്, ഞാൻ രക്ഷപ്പെടും. എങ്ങനെയാ നീ രക്ഷപ്പെടുക? ഞാൻ എൻ്റെ അമല് കൊണ്ട് തന്നെ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമല് കൊണ്ട് തന്നെ രക്ഷപ്പെടും. അപ്പോഴാണ് അല്ലാഹു, എന്നാൽ നിന്റെ അമല് നമ്മൾക്കൊന്ന് തൂക്കി നോക്കാം, നീ 500 വർഷം ചെയ്ത ഇബാദത്തുകൾ നമ്മൾക്കൊന്ന് കണക്കാക്കി നോക്കാം. ഓക്കെ. നബി സല്ലല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ കണ്ണിന്റെ കാഴ്ചശക്തി, അത് അള്ളാഹു തന്നതല്ലേ, കണ്ണ് നമ്മൾ ഉണ്ടാക്കിയല്ലോ, അള്ളാഹു തന്നതല്ലേ. ആ കണ്ണിന്റെ കാഴ്ചശക്തി, ആ ഒരു കണ്ണിന്റെ കാഴ്ചശക്തി എന്നൊരു അനുഗ്രഹം ഒരു തുലാസിലിട്ട് വെച്ചു. ഇയാളുടെ 500 വർഷക്കാലത്തെ നിസ്കാരവും ഒരു തുലാസിൽ വെച്ചു. നോക്കുമ്പോ അള്ളാഹു നൽകിയ നിഅമത്ത് കണ്ണിന്റെ കാഴ്ചശക്തിയാണ് 500 വർഷത്തെ ഇബാദത്തിനേക്കാളും വെയിറ്റ് ഉള്ളത്. ഒരു കണ്ണിന്റെ കാഴ്ചശക്തി, പിന്നെ ചെവിയില്ലേ, നാവില്ലേ, കൈകളില്ലേ, കാലുകളില്ലേ, ബുദ്ധിശക്തിയില്ലേ, ചിന്തയില്ലേ, മറ്റുള്ള സൗകര്യങ്ങളില്ലേ, ഇതൊന്നും എടുത്തില്ല. കണ്ണിന്റെ കാഴ്ചശക്തിക്ക് പോലും നിന്റെ 500 വർഷത്തെ അമലുകൾ പകരമാവില്ല എന്ന് അയാളോട് അല്ലാഹു പറയുകയും എന്നിട്ട് അയാളെ നരകത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോവുകയും ചെയ്തുവെന്നും നരകത്തിലേക്കുള്ള വഴിയിൽ അല്ലാഹുവിനോട് അയാൾ മാപ്പ് ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എൻ്റെ അമല് കൊണ്ടല്ല റബ്ബേ രക്ഷപ്പെടുന്നത്, ഞാൻ രക്ഷപ്പെടുന്നത് നിന്റെ ഫള് കൊണ്ടാണ് റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ടാണ് റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ടാണ് റബ്ബേ എന്ന് അയാൾ തിരുത്തി പറഞ്ഞപ്പോഴാണ് അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം നൽകുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ?
അമൽ കൊണ്ട് രക്ഷപ്പെടില്ല, അമലല്ല, സ്നേഹം വലിയ പ്രധാനമാണിതിൽ. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാരായ സ്വഹാബാക്കൾ മക്കയിലേക്ക് വരാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയിൽ തന്നെ താമസിച്ചത്. 10 ലക്ഷം റക്അത്തിന്റെ പ്രതിഫലമുള്ള മക്കയല്ല, ഞങ്ങൾക്കിഷ്ടം 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മദീനയാണ്. കാരണം അവിടെയാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഇഷ്ടപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമെന്നാണ്. അള്ളാഹു ഇഷ്ടപ്പെടും. ഉദാഹരണം, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മക്കളെയാണ്. ആ മക്കളെ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ നമ്മൾക്ക് ഇഷ്ടം ഉണ്ടാവൂലേ? അല്ലേ? ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് പോകാനൊക്കെ തിരക്കായി. എത്ര പെട്ടെന്ന് എത്രയായി? ഏകദേശം 9:45. ചൂടുണ്ടോ? ഇല്ലല്ല, ഫാനെല്ലാം തിരിയുന്നില്ലേ? നമ്മൾക്ക് ഏറ്റവും ഇഷ്ടം മക്കളെയാണ്. അപ്പം ആ മക്കളെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾക്ക് ഇഷ്ടമുണ്ടാകും. അങ്ങനെ ചില കല്യാണം കഴിഞ്ഞ ഭാര്യമാരെ, കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ വശീകരിക്കുന്നുണ്ട് എന്നൊരു ചർച്ച കേൾക്കാറുണ്ട്. ഉദാഹരണം, ഈ ചില ആളുകളുണ്ടാവൂലേ, മതിൽ ചാടാനും അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാനും താല്പര്യമുള്ള ആളുകൾ, ഈ സ്ത്രീകളുമായി, കല്യാണം കഴിഞ്ഞവരുമായി പ്രണയത്തിലേർപ്പെടുന്നവർ. അത് പറയുമ്പോൾ ഒരു വിഷയം കൂടി ഞാൻ ഉണർത്താൻ. ഞാൻ തിരൂരിലൂടെ പലപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. വാല കഴിഞ്ഞ് പോകുമ്പോൾ അപ്പോൾ ചില ട്രാൻസ്ജെൻഡേഴ്സിനെ രാത്രി എനിക്ക് കാണാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ രാത്രിയായാൽ നല്ല മേക്കപ്പ് ചെയ്ത്, നല്ല സുന്ദരി കുട്ടികളായി, നല്ല സാരിയൊക്കെ ധരിച്ച് രാത്രി ഇങ്ങനെ തിരൂരിൻ്റെ ടൗണുകളിൽ അങ്ങും ഇങ്ങുമായി നടക്കുന്ന കുറച്ചു സ്ത്രീകളെ നമ്മൾക്ക് കാണാറുണ്ട്. അപ്പം ഞാനൊരു ദിവസം എൻ്റെ കൂടെ നമ്മളെ സുഹൃത്തുണ്ട് ഷംസു എന്ന് പറഞ്ഞ്, ഇവനെന്ത് ചെയ്തെന്ന് വെച്ചാലേ അവരെ കണ്ടപ്പോൾ ഒന്ന് നിർത്തി. എനിക്ക് പേടിയാണ്, അവരെ കാണാൻ തന്നെ പേടിയാണ്. വണ്ടി നിർത്തിയപ്പോൾ അവരിങ്ങോട്ട് പോകും. ഞാൻ പറഞ്ഞു വണ്ടി വേഗം ഒന്ന് വിട്ടാണ്. വണ്ടി ഏതായാലും വേഗം വിട്ടു. അപ്പം ഇങ്ങനെ നമ്മുടെ നാടുകളിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. അത് ചില ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട്. കാസർഗോഡുണ്ട്, നിങ്ങളുടെ നാട്ടിൽ മാത്രമൊന്നുമല്ല. കാസർഗോഡ് ജില്ലയിലും രാത്രി 12 മണിക്കൊക്കെ ഇതുപോലെ മേക്കപ്പും ചെയ്ത് വരുന്ന നിശാസുന്ദരികളെ കാണാറുണ്ട്. അത്തരം ആളുകളെ കൊണ്ടുപോകുന്നവരുണ്ട്. കാറ് കൊണ്ടുവന്ന് കാറിലൂടെ കയറ്റി ലൈംഗിക താല്പര്യത്തിന് വേണ്ടി കൊണ്ടുപോകുന്നവരുണ്ട്. എന്തൊരു വൃത്തികെട്ട സംസ്കാരമാണിത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ എങ്ങനെയാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാരുണ്യം ചെയ്യുന്നത്? ഇതിനു വേണ്ടി, സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി പുരുഷന്റെ ഏത് താല്പര്യങ്ങളും ചെയ്തു കൊടുക്കാൻ മടിക്കാതെ മേക്കപ്പ് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങുന്ന നിശാസുന്ദരികൾ, ആ നിശാസുന്ദരികളെ തേടി വരുന്ന നമ്മുടെ ചെറുപ്പക്കാർ, കല്യാണം കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്. പടച്ച റബ്ബിനെ പേടിച്ചോളൂ. വ്യഭിചാരം എന്നുള്ളത് അപകടമാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ വളരെ നിസ്സാരമായി തള്ളിക്കളയേണ്ട വിഷയമല്ല ഈ വ്യഭിചാരം എന്നുള്ളത്. വ്യഭിചരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ശക്തമായ പരീക്ഷണങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും നൽകുമെന്നാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. യാ മഅശറൻ നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുസ്സിന, വ്യഭിചാരത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ എന്താ വ്യഭിചാരം? 2 പേര് ശാരീരികമായി ആ ബന്ധത്തിലേർപ്പെടുന്നത് മാത്രമാണോ വ്യഭിചാരം? അല്ല. പെണ്ണുങ്ങളുമായുള്ള ചാറ്റിങ്ങുകൾ വ്യഭിചാരമാണ്, സംസാരം വ്യഭിചാരമാണ്, ശരീരത്തിന്റെ ഏത് സുഖങ്ങൾ എടുക്കലും വ്യഭിചാരമാണ്. പെണ്ണുങ്ങൾ തന്നെ വേണമെന്നില്ല. നിശാസുന്ദരികൾ എന്ന് പറഞ്ഞില്ല, അത് പെണ്ണുങ്ങളാവാം, ആരും ആവാം. അതുകൊണ്ട് വ്യഭിചാരമെന്നുള്ള അപകടത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലാതെ സൂക്ഷിക്കണം ആ വിഷയം. ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടിയാണ് പലരും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പക്ഷെ ഒരു തവണ ഏർപ്പെട്ടാൽ പിന്നെ അതിൻ്റെ അഡിക്റ്റായവർ മാറുന്നുണ്ട്, അത് മനസ്സിലാക്കണം. ആദ്യം ഒരു പക്ഷേ ഒരു ടേസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടിയാവാം ആദ്യം ഇവരെ സമീപിക്കുന്നത്. പിന്നെ ഇത് ഹലാലായ രീതിയിൽ, ഹലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമവിധേയമായതുപോലെ
ആരും കണ്ടാൽ പ്രശ്നമാക്കൂല. ഒളിച്ചോടിയ അല്ലെങ്കിൽ മതിൽ ചാടിയ അടിയൊക്കെ വാങ്ങിക്കേണ്ടി വരൂലേ? അതങ്ങനെ ഒരു പ്രശ്നവും ഇതിലില്ല. ഇത് മഹർ കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കല്ലേ, അതുകൊണ്ട് ഇത് ഹലാലാണെന്ന് തെറ്റിദ്ധരിച്ചു പോയവരുണ്ട്, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പൈസ കൊടുത്തിട്ട് വ്യഭിചരിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല, ഞങ്ങൾ മഹർ കൊടുത്തിട്ടല്ലേ വ്യഭിചരിക്കുന്നതെന്ന് പറയുന്ന അറബികളുണ്ട്. മലയാളികളുണ്ടോയെന്ന് അറിയില്ല, അറബികൾ അങ്ങനെ പറയാം, ഞങ്ങൾ മഹർ കൊടുക്കുന്നുണ്ടല്ലോ എന്നാ പറയാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ചെറുപ്പക്കാരോട് പറയട്ടെ, ഇത്തരം നിശാസുന്ദരികളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, വ്യഭിചാരത്തിന് വല്ലാത്ത ശിക്ഷയാണ് അള്ളാഹു നൽകാൻ പോകുന്നത്. 3 അള്ളാഹു ദുനിയാവിൽ തന്നെ നൽകുമെന്നാണ്, 3 അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കുമെന്നാണ്. എന്തൊക്കെയാണ് ആ ദുനിയാവിൽ അള്ളാഹു നൽകുന്ന 3 എന്താണ്? ഫയദ്ഹബുൽ ബഹാഅ, മുഖത്തിന്റെ വെളിച്ചം അള്ളാഹു എടുത്തു കളയും. ആ വ്യഭിചാരികളുടെ മുഖത്ത് വെളിച്ചമുണ്ടാവൂല. അവരുടെ മുഖം കാണുമ്പോൾ തന്നെ ഒരു തെറ്റുകാരെ പോലെ തോന്നിപ്പിക്കും ജനങ്ങൾക്ക്. വ്യഭിചാരികളുടെ മുഖം തെറ്റുകാരെ പോലെ തോന്നിപ്പിക്കും. മുഖത്തിനൊരു വെളിച്ചമോ പ്രസന്നതയോ മുഖത്ത് കാണാൻ കഴിയില്ല. ഒരു കരുവാളിച്ചതുപോലെ, വെളുത്തവരാണെങ്കിലും കരുവാളിച്ച ഒരു തോന്നൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും അവരുടെ മുഖമുണ്ടാവുക. യദ്ഹബുൽ ബഹാഅ, മുഖത്തിന്റെ ഭംഗിയും വെളിച്ചവും അള്ളാഹു കൊണ്ടുപോകും. രണ്ടാമത്തേത് വയൂരിസുൽ ഫഖറ, അവർക്ക് അള്ളാഹു ദാരിദ്ര്യം നൽകുമെന്നാണ്. എത്ര വലിയ കോടീശ്വരന്മാരായാലും വ്യഭിചാരത്തിന്റെ പിന്നാലെ പോയാൽ അവരുടെ സമ്പാദ്യം തകർന്ന് തരിപ്പണമാകുന്നത് ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കോടീശ്വരന്മാരായി പൈസ കുറെ ഉണ്ടാകുമ്പോഴാണ് പിന്നെ കുറെ പെണ്ണൊക്കെ വേണമെന്നുള്ള ചിന്ത ഉണ്ടാവുക. പിന്നെ ആ എത്ര പൈസ കൊടുത്താലും പെണ്ണ് കിട്ടുമല്ലോ, പിന്നെ അതിന്റെ അഡിക്റ്റ് ആകും. അതിന്റെ അഡിക്റ്റ് ആയാൽ പട്ടിണി പാവായി മാറും. നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയല്ലേ? നിശാസുന്ദരികളുമായി കറങ്ങി നടന്ന് വലിയൊരു കോടീശ്വരൻ 4000 കോടി ബാധ്യതയുമായി ഇന്ത്യ വിട്ട് ലണ്ടനിൽ താമസിക്കുന്നില്ലേ? അല്ലേ? സ്ത്രീകളുടെ കൂടെ ആ ഫോട്ടോ ഉണ്ടാവുക. ചെറിയ വയസ്സാണ് ആൾ, എന്നാലും ഒരുപാട് സുന്ദരികളുടെ കൂടെ നടക്കുന്ന വലിയൊരു മുതലാളി. അപ്പൊ ഏത് മുതലാളിയുടെ പതനത്തിന്റെ പിന്നിലും ഒരുപക്ഷെ ഈ വ്യഭിചാരം എന്ന കാരണം ഉണ്ടാവും. പക്ഷേ തകർന്ന എല്ലാ മുതലാളിമാരും അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണ്ട. മുതലാളിമാർ ഇത്തരം വ്യഭിചാരത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ സമ്പാദ്യം തകരുമെന്നാണ്, അവരുടെ ബിസിനസ് തകരുമെന്നാണ്, അവർ ദാരിദ്ര്യത്തിൽ ഏർപ്പെടുമെന്ന്, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീഴുമെന്നാണ്. അതേപോലെ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾ ഒരുപക്ഷെ അവർക്ക് എത്ര സാലറി ഉണ്ടെങ്കിലും വ്യഭിചാരം എന്നൊരു സ്വഭാവം അവർക്കുണ്ടെങ്കിൽ അവരുടെ സമ്പത്ത് കൊണ്ട് അവർക്കൊരു ഉപകാരമില്ലാതെ എപ്പോഴും കടവും ബാധ്യതയും പ്രയാസവുമായി മുന്നേറേണ്ടി വരും. അവർക്ക് അല്ലാഹു ബറക്കത്ത് നൽകൂല, അവർക്ക് അല്ലാഹു ദാരിദ്ര്യം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയൻഖുസുൽ ഉംറ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹബീബിലൂടെ നമ്മൾക്ക് പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു ആയുസ് ചുരുക്കുമെന്നാണ്. വ്യഭിചാരത്തിന്റെ അഡിക്റ്റായ ആളുകൾ വളരെ പെട്ടെന്ന് മരിച്ചു പോകുമെന്നാണ്. ഒരുപക്ഷെ എയ്ഡ്സ് പോലെയുള്ള അസുഖം വരും, എയ്ഡ്സ് വരും. അതൊക്കെ അള്ളാഹു ദുനിയാവിൽ നൽകുന്ന ശിക്ഷയാണ്. എയ്ഡ്സ് ഒക്കെ, ഇനി എയ്ഡ്സ് മാത്രമല്ല മറ്റുള്ള പല രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വയൻഖുസുൽ ഉംറ, പെട്ടെന്ന് തന്നെ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ ആഖിറത്തിലേക്ക് അള്ളാഹു എടുത്തു വെക്കുന്ന ശിക്ഷ എന്താണ്? ആഖിറത്തിലേക്ക് അല്ലാഹു എടുത്തു വെക്കുന്ന ശിക്ഷ എന്താണ്? ഫസഖത്തുല്ലാഹി സുബ്ഹാനഹു വ തആല, നാളെ മഹ്ശറാ ലോകത്തെത്തിയാൽ അല്ലാഹുവിന്റെ കോപമാണ് അവരോട്. അല്ലാഹു അവരോട് ദേഷ്യപ്പെട്ടിരിക്കും, കോപിച്ചിരിക്കും. പിന്നെയോ വസൂഉൽ ഹിസാബ്, വിചാരണ വളരെ കടുപ്പമുള്ളതാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വിചാരണ വളരെ കടുപ്പമുള്ളതാകും. ലാ തസൂലു ഖദമ ഇബ്ന ആദം, ആദം സന്തതികളുടെ കാൽപാദങ്ങൾ അനക്കാൻ പറ്റൂല എന്നല്ലയോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ചോദ്യങ്ങൾ ഒരുപാടുണ്ടാകും. ആ മഹ്ശറാ ലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. വിയർപ്പ് തുള്ളികൾ കുടിച്ച് ചെരുപ്പില്ലാതെ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് മഹ്ശറാ ലോകത്ത് വിയർത്തു കുളിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വഅദാബുന്നാർ, നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയാണ് വ്യഭിചാരികളായ ആളുകൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത്. വല്ലാത്ത ശിക്ഷയാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തരം ആളുകളോട് പറയുകയാണ്, ഒരുപക്ഷെ ശാരീരിക താൽക്കാലിക സുഖത്തിന് വേണ്ടി ഇനി നിശാസുന്ദരികളായാലും കാമുകന്മാർ തമ്മിലുള്ള അവിഹിത ബന്ധമായാലും
സ്കൂളിന്റെ പേരിലായാലും ശരി, ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലായാലും ശരി, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സ്റ്റാഫിന്റെ പേരിലായാലും ശരി, ശരീരം തൊട്ടുകൊണ്ടുള്ള കളികള്, സംസാരങ്ങള്, വാട്സപ്പിലൂടെയുള്ള സംസാരങ്ങള്, മൊബൈൽ ഫോണിലൂടെയുള്ള സംസാരങ്ങള്, കൂടെയുള്ള കറങ്ങലുകള് എല്ലാം വ്യഭിചാരമാണ്. ഇതെല്ലാം അല്ലാഹു തആല വലിയ ഒരു ശിക്ഷയായി, പരീക്ഷണമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലാഹു തിരിച്ചു തരും. ആ സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ തളർന്നിരിക്കും മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും പറയാണ്, നമ്മുടെ മക്കൾ രാത്രിയായാൽ വീട്ടിലുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ അന്വേഷിക്കണം. മക്കൾ വീട്ടിൽ വന്നില്ലെങ്കിലും പ്രശ്നമില്ല, വന്നാലും പ്രശ്നമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾ രാത്രി കാണുന്നില്ല, 10 മണിയായി, ഇവരിറങ്ങുക 10-11 മണിയാകുമ്പോൾ ഇവരിറങ്ങുക, എല്ലാവരും ഒന്ന് വീട്ടിൽ കയറുമ്പോൾ ഇവരിറങ്ങുക. എന്നിട്ടോ നമ്മുടെ മക്കൾ വീട്ടിലില്ല. അപ്പം നമ്മൾ മക്കളെ വിളിക്കണം. എവിടെ? മക്കൾക്ക് കർശനമായ നിർദ്ദേശം നൽകണം. 10 മണിക്ക് ശേഷം ഒരു കാരണവശാലും വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. എന്നിട്ട് പറഞ്ഞത് കേൾക്കുന്നില്ലേ, പോയിക്കോ, എൻ്റെ വീട്ടിലേക്ക് വരരുത് എന്ന് പറയാനുള്ള ചങ്കൂറ്റം നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. മക്കൾ പറഞ്ഞു കേൾക്കുന്നില്ലേ? കേൾക്കും. ചെറുപ്പത്തിലേ നമ്മൾ വളർത്തിയാൽ, ചെറുപ്പത്തിലെ അച്ചടക്കത്തോടെ വളർത്തിയാൽ ഈ മക്കൾ കേൾക്കും. ഒരു 20 വയസ്സ് 21 വയസ്സൊക്കെ ആയതിനു ശേഷം മക്കളെ ഞെട്ടിക്കാൻ നിന്ന മക്കൾ തിരിച്ച് നമ്മെ ഞെട്ടിക്കാൻ തുടങ്ങും, തിരിച്ച് നമ്മെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ചിട്ടയോടെ അച്ചടക്കത്തോടെ വളർത്താൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ രാത്രിയായാൽ ഈ ഇറങ്ങി വരുന്ന നിശാസുന്ദരികളെ തേടി നമ്മുടെ നാട്ടിൽ നിന്നോ എവിടെ നിന്നായാലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാര് ലൈംഗികമായ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിർത്തലാക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അത്തരം ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. ഈ നിശാസുന്ദരികളെ തടയാനുള്ളൊരു വഴിയും നമ്മൾ ആലോചിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇപ്പം എങ്ങനെ ഇപ്പം അവിടെ എത്തിയത് പഠിച്ചോനെ? എന്താ നമ്മൾ പറഞ്ഞത്? എവിടുന്നോ അങ്ങോട്ട് പോയതാണ്. എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? എന്താണ്? തിരൂരത് ഇങ്ങനെ ഈ വിഷയത്തിൽ നിന്ന് വന്നാണ്. ഓർമ്മയില്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്നുമില്ലല്ലോ, എന്തോ ഇപ്പോൾ ഓർമ്മയില്ല. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. വ്യക്തമായ നിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നുണ്ട്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അപ്പോൾ ഈ സ്നേഹം, അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കി മുന്നോട്ട് പോവുക. നബി തങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുക. അള്ളാഹുവിൻ്റെ ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. മഹാന്മാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അമലുകൾ നമ്മുടെ ഭാഗത്തില്ലെങ്കിലും ആ സ്നേഹം കൊണ്ട് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഇനി നമ്മൾ കേൾക്കണം, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, മഹ്ശറാ ലോകത്ത് എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു 3 ദുആകൾ നൽകിയിട്ടുണ്ട്, 3 പ്രാർത്ഥനകൾ നൽകിയിട്ടുണ്ട്. 1,24,000 പ്രവാചകന്മാർ ഇന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 1,20,000 ചില്ലാനം പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഒരു ദുആ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ ദുആ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകുമെന്നുറപ്പാണ്. ഒരു ദുആ ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും. എന്ത് ചോദിക്കുക, ആ ദുആയിൽ എന്തും ചോദിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം തരാണ്, നിങ്ങൾ എന്ത് ചോദിക്കും? നിങ്ങൾക്ക് തരാൻ, നിങ്ങൾ ഈ സമയത്ത് എന്ത് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തന്നാൽ നിങ്ങൾ എന്താ ചോദിക്കുക? നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയ, അല്ലെങ്കിൽ എന്നോട് പറയണ്ട, നിങ്ങൾ ആലോചിച്ച് നോക്കിയ, എന്താ നിങ്ങൾ ചോദിക്കുക? വലിയൊരു കോടീശ്വരനാണെന്ന് ചോദിക്കുമല്ലേ? അല്ലേ? വലിയൊരു കോടീശ്വരൻ, വലിയ വീട് വേണം, വണ്ടി വേണം, അടിച്ചു പൊളിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുക. നേരെ മറിച്ച് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. ഞാൻ ചോദിച്ചെങ്കിൽ മറുപടി പറയോ? നിങ്ങളുടെ മനസ്സിൽ എന്താ വന്നത്? എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്നൊരു ചാൻസ് വരും. നിങ്ങളുടെ മനസ്സിൽ വന്നോ? എന്തോ കരുതിയോ? നിങ്ങളെന്താ കരുതിയേ? ആഖിബത്തുന്നതായി മരിക്കുക. മാഷാ അല്ലാഹ്. അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ കരുതും. ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു iPhone X കിട്ടിയാൽ മതി അതിനു എന്നൊക്കെ വിചാരിക്കുന്നതാണ് ചെറുപ്പക്കാർ.
പിന്നെ കുറച്ചും കൂടി ഇതായാൽ പിന്നെ ഒരു ബുള്ളറ്റൊക്കെ ആയിരിക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ? മനസ്സിൽ വേറെ എന്തൊക്കെ കൊതിച്ചു? നല്ലൊരു കോടീശ്വരനാകണമെന്ന് മനസ്സിൽ കൊതിച്ചിറങ്ങി പോക്കെ ആരും ആഗ്രഹിച്ചില്ല. കുറച്ചൊക്കെ പൈസനോട് തീരെ താല്പര്യമില്ലെന്നുണ്ടല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ ചിന്തിക്കുക ദുന്യവിയായ വിഷയങ്ങളാണ്. നമ്മുടെ മനസ്സിലേക്ക് ഓടി വരെ ദുന്യവിയായ വിഷയങ്ങൾ. എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ദുന്യവിയായ വിഷയങ്ങളാണ് കടന്നു വരിക. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഫതഅജ്ജല കുല്ലു നബിയിൻ ദഅവത. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ പ്രാർത്ഥനകളെ ദുനിയാവിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഞാനോ എന്റെ ദുആ ഞാൻ ദുനിയാവിൽ വെച്ച് ദുആ ചെയ്തില്ല. എന്റെ പ്രാർത്ഥനയെ ഞാൻ ദുനിയാവിൽ വെച്ച് ഉപയോഗിച്ചില്ല. ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. നാളെ മഹ്ശറ ലോകത്തൊരു കാര്യം വരാനുണ്ട്, ഒരു അവസരം വരാനുണ്ട്, വളരെ ഗൗരവമേറിയ ഒരു സമയം വരാനുണ്ട് മഹ്ശറ ലോകത്തെ. ആ ലോകത്തേക്ക് വേണ്ടി എന്റെ പ്രാർത്ഥനയെ ഞാൻ മാറ്റിവെച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ. എന്റെ സമുദായത്തിൽ നിന്ന് അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാതെ, അല്ലാഹുവിനോട് പങ്കുവെക്കാതെ, അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു മരിച്ചുപോയ എന്റെ എല്ലാ സമുദായത്തിനും ഈ ദുആ കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്കൊക്കെ രക്ഷപ്പെടാം, അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. പക്ഷെ ആര് കാരണത്താലാണ് രക്ഷപ്പെടുന്നത്? ആര് കാരണത്താലാണ്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ഉപ്പയ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് ഉമ്മയെക്കാളും ഉപ്പയെക്കാളും നമ്മൾ സ്നേഹിക്കുന്നത് ആരെയാണ്? നമ്മൾക്ക് സഹായം വേണ്ടത് ദുനിയാവിലല്ല. ദുനിയാവ് ഇങ്ങനെ തട്ടിമുട്ടി പോവും. ദുനിയാവിലല്ല, ഇത് ക്ഷണികമാണ്. ഒരു 60 വർഷത്തെ പ്രായമാണ് ദുനിയാവെന്ന് പറയുന്നത്. നേരെ മറിച്ച് മഹ്ശറ അത് അനശ്വരമാണ്. അവിടെ മരണമില്ല, അനന്തമായി നീണ്ടുകിടക്കുന്ന ലോകം. അവിടെ രക്ഷപ്പെടുത്താനുള്ളവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. അങ്ങനല്ലേ പറയാ? എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻഡീഡ്. നമ്മൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അപ്പൊ അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ കൂടെ ആരാ നിൽക്കുക? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണ്ടേ? സ്നേഹം ഇങ്ങോട്ട് സ്നേഹിച്ച് തിരിച്ചു കൊടുക്കണ്ടേ? അതെങ്കിലും കൊടുത്തൂടെ? ഇത് വൺ വേ ആക്കണോ? ഇതൊരു വൺ വേ ആക്കണ്ട, 2 വേ ആയിക്കോട്ടെ. നബി തങ്ങൾ ഇങ്ങോട്ട് സ്നേഹിച്ചു, അങ്ങോട്ട് തിരിച്ചു നമ്മൾ കൊടുക്കുന്നില്ല. എന്തൊരു നിരാശയായിരിക്കും അത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രാർത്ഥനയെ ഉപയോഗിച്ചില്ല. തന്നെ ആക്രമിക്കാൻ വേണ്ടി ഉഹുദിന്റെ രണാങ്കണത്തിൽ മക്കക്കാരായ മുശ്രികീങ്ങൾ വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുണ്ട് പൊട്ടിയപ്പോ, നബി തങ്ങളുടെ മുൻപല്ലുകൾ പൊട്ടിയപ്പോൾ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ പറിച്ചെടുത്ത് ചവച്ചു തുപ്പിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഈ ദുആ ഉപയോഗിച്ചിട്ടില്ല. സഹാബാക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചില്ല. 3 മാസക്കാലം പട്ടിണി കിടന്നിട്ട് വെള്ളവും ഈത്തപ്പഴവുമല്ലാതെ, ആ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നുമില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബ് ദുആ ഉപയോഗിച്ചില്ല. ഭാര്യയ്ക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സഹാബകൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ ഒരാൾക്ക് വേണ്ടിയും ഉപയോഗിക്കാതെ എൻ്റെ ഉമ്മത്തിന്, എൻ്റെ സമുദായത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾക്ക് വേണ്ടി ദുആ മാറ്റിവെച്ച ഹബീബിനെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടയോ? അവർക്ക് വേണ്ടി വല്ലതും നമ്മൾ ചെയ്യേണ്ടയോ? മുഅ്മിനീങ്ങളെ, ആ ചെയ്യലാണ് വളരെ മുഅ്മിനീങ്ങളായി ചിട്ടയോടെ വളരുക എന്നുള്ളത്. എന്നെ കാണുമ്പോൾ എൻ്റെ ഹബീബിന് സന്തോഷം തോന്നുമോ എന്ന് നമ്മൾ ആലോചിക്കണം. രാത്രിയായാൽ ഇറങ്ങിച്ചെന്ന് ഇതുപോലെയുള്ള വ്യഭിചാരങ്ങളിലും അവിഹിത ബന്ധങ്ങളിലും ഏർപ്പെടുന്നത് എൻ്റെ ഹബീബ് കണ്ടാൽ, എൻ്റെ റസൂല് കണ്ടാൽ എൻ്റെ റസൂലിന് വേദനിക്കൂലേ എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടാവണം. ഞാൻ കളവ് പറയുന്നത്, ഞാൻ കഞ്ചാവ് ഉപയോഗിക്കുന്നത്, ഞാൻ വ്യഭിചരിക്കുന്നത്, ഞാൻ ഹറാം ചെയ്യുന്നത്, ഞാൻ കള്ള് കുടിക്കുന്നത് എൻ്റെ ഹബീബ് കണ്ടാൽ, സുബഹി നിസ്കരിക്കാതെ ഞാൻ കിടന്നുറങ്ങുന്നത് എൻ്റെ ഹബീബ് കണ്ടാൽ എൻ്റെ ഹബീബിന് വേദനിക്കൂലേ എന്നൊരു വിഷമം നമ്മൾക്കുണ്ടാവണം. കാമുകി കാണുമ്പോൾ നമ്മൾ നന്നാവുന്നില്ലേ? ഇല്ലേ? കാമുകി കാണുമ്പോൾ നമ്മൾ നന്നാവുന്നില്ലേ? കാമുകി കാണുമെന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ടല്ലേ നമ്മൾ പോവുക?
കുളിച്ചിട്ടല്ലേ നമ്മൾ പോവുക? വളരെ സുന്ദരനായിട്ടല്ലയോ നമ്മൾ പോവുക? അവളുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ സ്വഭാവത്തിൽ ഒരു കുറവ് പോലും വരരുത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? സ്വഭാവത്തിൽ ഒരു കുറവ് പോലും വരരുത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? കാമുകി വേണ്ട, ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കൊന്നും പ്രണയിച്ചിട്ട് പരിചയം ഉണ്ടാവൂല. എന്നാൽ കല്യാണം കഴിക്കാൻ വേണ്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ 2-3 മാസം, പിന്നുള്ള കഥ ഞാൻ പറയുന്നില്ല അല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 2-3 മാസം പെണ്ണുങ്ങളൊക്കെ എന്ത് നല്ല സ്വഭാവക്കാരാണ്, ഒരു ചൂരിദാർ വാങ്ങിച്ചിട്ടേ എനിക്ക് വേണ്ട, എനിക്കിതൊക്കെ മതിയായി എന്നെല്ലാം പറയും. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ട് ചോദിച്ചു നോക്കി നിങ്ങൾ, ചൂരിദാർ വേണോ? ചൂരിദാറല്ല, ഷോപ്പ് തന്നെ വേണമെന്നാ പറയാ. നിങ്ങളോടൊരു പരാതി പറയില്ല. ആദ്യത്തെ 3 മാസം എന്തൊരു സ്നേഹമാണ്, ഒരു പരാതി പറയില്ല. എന്നാൽ പിന്നെ ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞാൽ തുടങ്ങും, എനിക്കിവിടെ ശരിയാവൂലേ, എനിക്ക് നിങ്ങളുടെ ഉമ്മയായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ലേ, നിങ്ങളുടെ ഭർത്താവിൻ്റെ, നിങ്ങളുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായിട്ട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല, നിങ്ങളുടെ പെങ്ങന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നിട്ട് തുടങ്ങും. അപ്പോൾ ആദ്യത്തെ 6 മാസം ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടായി. പക്ഷെ ആദ്യം കാണുമ്പോഴുള്ള ആ ഒരു സ്നേഹം കൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ മറച്ചു വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറി. പിന്നെ അത് സ്നേഹം കുറയുമ്പോൾ പിന്നെ സ്വഭാവത്തിൽ മാറ്റം വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നത്, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ നബി തങ്ങൾക്ക് വേദനിക്കൂലേ എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. എന്നിട്ട് നബി തങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനം എന്താണ്? നമ്മെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അല്ലാഹുവിൻ്റെ ഹബീബിനെ തിരിച്ച് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന സമ്മാനമാണ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളത്. തെറ്റുകൾ ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത്, അതാണ് തിരിച്ച് അല്ലാഹുവിൻ്റെ ഹബീബിന് നമ്മൾക്ക് നൽകാനുള്ള സമ്മാനം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരിക്കും നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തോടു കൂടി ജീവിച്ചാൽ. നിസ്കരിക്കലൊന്നല്ല വലിയ പ്രധാനം, സ്വഭാവം നന്നാക്കിയാൽ മതി. നിസ്കാരമൊക്കെ വേണം, സ്വഭാവം നന്നാക്കിയാൽ തന്നെ നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാകും. കാരണം ഇസ്ലാമിനെ വിലയിരുത്തുന്നത് നിസ്കാരത്തിലല്ല, ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിലാണ്. ഇസ്ലാമിനെ വിലയിരുത്തുന്നത് നിങ്ങൾ എത്രത്തോളം നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് തഹജ്ജുദുണ്ടോ, നിസ്കാരത്തഴമ്പുണ്ടോ നോക്കിയിട്ടല്ല, നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ടാണ് ഇസ്ലാമിനെയും മുസ്ലിമിനെയും വിലയിരുത്തുന്നത്. നിങ്ങളുടെ സ്വഭാവം കാണുമ്പോഴാണ് മുഹമ്മദ് നബിയുടെ സ്വഭാവം ഓർമ്മ വരുന്നത്. നിങ്ങൾ മോശമാകുമ്പോൾ അവർ പറയും നിങ്ങളുടെ പ്രവാചകന് മോശമായിരിക്കുമെന്ന്. നിങ്ങൾ നന്നായാൽ അവർ പറയും നിങ്ങളുടെ പ്രവാചകനും നല്ലവരാണ് എന്ന്. അതുകൊണ്ട് പ്രവാചകനെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന വഴി ഏറ്റവും നല്ല സ്വഭാവത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് പുണ്യ ഹബീബിന് തിരിച്ച് നമ്മൾക്ക് കൊടുക്കാനുള്ള സമ്മാനം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രതിജ്ഞയെടുക്കണം, എൻ്റെ നാവ് കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിക്കൂല എന്ന്. എൻ്റെ നാവ് കൊണ്ട് ജീവിതത്തിൽ ഒരാളെ ഞാൻ വേദനിപ്പിക്കൂല എന്ന്. എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ ഒരാളെ വേദനിപ്പിക്കൂല എന്ന്. മുസ്ലിമായാലും അമുസ്ലിമായാലും അവർക്കൊക്കെ ഞാൻ സ്നേഹം മാത്രമേ നൽകുമെന്നുള്ള പ്രതിജ്ഞ. അതാണ് ഈ റബീഇൽ നിങ്ങളോട് എനിക്ക് നൽകാനുള്ള സന്ദേശം. നമ്മൾക്ക് നബി തങ്ങൾക്ക് നൽകാനുള്ള സമ്മാനം ചിട്ടയോടെയുള്ള, അച്ചടക്കത്തോടെയുള്ള, സ്വൽസ്വഭാവത്തോടെയുള്ള ജീവിതമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്തിന്റെ രംഗം പറയുന്നുണ്ട് മഹ്ശറാ ലോകത്ത്. അല്ലാഹ് വളരെ നീണ്ട ഹദീസാണത്. അള്ളാഹുവിന്റെ ഹബീബ് സുജൂദിൽ കിടക്കുന്ന രംഗം നമ്മൾക്കറിയാം. ആ സമയത്താണ് അള്ളാഹു പറയുന്നത്, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, മുഹമ്മദേ തല ഉയർത്തൂ, ആവശ്യമുള്ളത് ചോദിക്കൂ. മഹ്ശറാ ലോകത്ത് എല്ലാവരും ഇവിടെ ഇല്ലേ? ഒന്ന് എണീറ്റ് നിന്നിട്ട് ഇരിക്കണോ? വേണമെങ്കിൽ ഒന്ന് എണീറ്റ് നിന്നിട്ട് ഇരുന്നോളൂ, ഞാൻ നിർത്തും, കുറേ സമയമൊന്നുമില്ല, 10 മണിയായി, നിർത്താനായി. ഒന്ന് എണീറ്റ് നിന്നിട്ട് സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്, اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. എനിക്ക് ഒരു 10 ആകുമ്പോഴേക്കും നിർത്തി ദുആക്കെ ചെയ്ത് പിരിയ ഇൻഷാ അല്ലാഹ്. ഇതെന്തായാലും അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. നബി തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഹദീസ്, ഒരു സദസ്സാണിത്. മഹ്ശറാ ലോകത്ത് എല്ലാ പ്രവാചകന്മാർക്കും പ്രത്യേകമായ ഇരിപ്പിടമുണ്ട് എന്നാണ്, സിംഹാസനം.
എല്ലാ പ്രവാചകന്മാർക്കും ഒരു സിംഹാസനമുണ്ട്. അതേപോലെ വളരെ മനോഹരമായൊരു സിംഹാസനം അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുമുണ്ട്. എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണ്. നമ്മളൊക്കെ ആദ്യം വന്നിട്ട് സീറ്റ് പിടിക്കൂലേ, അതേപോലെ പ്രവാചകന്മാർ അവരുടെ ഉല്ലേഖനം ചെയ്യപ്പെട്ട സിംഹാസനത്തിൽ കയറിയിരിക്കുകയാണ്. പക്ഷേ ഒരു ചെയർ മാത്രം, ഒരു സിംഹാസനം മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു. അതാരുടെ ചെയറാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ചെയർ അവിടെ ബാക്കിയാണ്, നബി തങ്ങളുടെ സിംഹാസനം അവിടെ ബാക്കിയാണ്. അപ്പോഴാണ് അല്ലാഹുവിൻ്റെ ഹബീബിനോട് അല്ലാഹു ചോദിക്കുന്നത്, യാ മുഹമ്മദു, മുഹമ്മദേ, മുഹമ്മദ് നബിയെ, നിങ്ങളെന്തേ നിങ്ങളുടെ സിംഹാസനത്തിൽ കയറിയിരിക്കാത്തത്? നിങ്ങളെന്തേ നിങ്ങളുടെ സിംഹാസനത്തിൽ കയറിയിരിക്കാത്തത്? അപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അല്ലാഹുവേ, ഞാൻ എൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാതിരിക്കാനുള്ള കാരണം ഞാൻ പേടിച്ചു പോയതാണ് റബ്ബേ. എന്താ പേടിച്ചത്? ആ സിംഹാസനത്തിൽ കയറിയാൽ എന്നെ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നാണ് എൻ്റെ പേടി. എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമോ എന്നാണ് എൻ്റെ പേടി. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ പേടിക്കാൻ എന്താണ്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പക്ഷെ നബിത്തങ്ങൾക്കതൊരു പേടിയായിരുന്നു എന്നാണ്, നബിത്തങ്ങൾക്കതൊരു വിഷമമായിരുന്നു എന്നാണ്. അല്ലാഹുവേ, എന്നെ നീ സിംഹാസനത്തിൽ കയറിയിരിക്കുമ്പോൾ നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ ഇതാ നീണ്ടുകിടക്കുന്ന മഹ്ശറാലോകത്തുള്ള എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം അനാഥരാകുമോ എന്ന് പേടി. അതാണ് പേടി. ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ എൻ്റെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ ആരാണ് ചർച്ച ചെയ്യുക? എൻ്റെ സമുദായം ഇവിടെ ഒരു ചാൻ മുകളിലുള്ള സൂര്യൻ്റെ ചൂടേറ്റ് വിയർത്ത് കുളിക്കുമ്പോൾ, അല്ലാഹുവേ, ഞാൻ സ്വർഗത്തിലേക്ക് പോയാൽ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യം ശബ്ദിക്കാൻ ഇവിടെ ആരാണുണ്ടാവുക? അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം നീ കൊണ്ടുവരുന്നത് വരെ എൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് മുഅ്മിനീങ്ങളെ സ്നേഹം, ഇതാണ് മുഅ്മിനീങ്ങളെ സ്നേഹം. നമ്മൾക്ക് സഹായം ആവശ്യമുള്ള സമയത്ത് നമ്മുടെ കൂടെ നിൽക്കലാണ് സ്നേഹം എന്ന് പറയുന്നത്. ചില ആളുകളുണ്ടാകും, നമ്മൾക്ക് വലിയ പേരും പ്രശസ്തിയും പണവും സമ്പത്തൊക്കെ ഉണ്ടാകുമ്പോൾ കൂടെ ഉണ്ടാകും. ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകിടം മറിഞ്ഞാൽ ഒരു കുഞ്ഞുമോനെയും കൂടെ കാണാൻ കിട്ടൂല. അപ്പൊ അവർ പറയാൻ തുടങ്ങും, ഓൻ അങ്ങനെ തന്നെയാണ്, ഓനിക്കിത് അന്നേ വേണ്ടതാണ്, ഇന്നൊന്നല്ല, ഞാൻ പണ്ടേ വിചാരിച്ചതാണ് ഓൻ വീഴുമെന്ന്. അല്ലേ? കൂടെ നിന്നവർ കാലുവാരുകയാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ. പേരും പ്രശസ്തിയും പണവും പ്രതാപവുമുള്ള സമയത്ത് മാഷാ അല്ലാഹ് എത്ര ആളുകൾ വണ്ടിയിൽ ആളുണ്ട്, കൂടെ യാത്ര ചെയ്യാൻ കൂടെ ആളുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്, നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുണ്ട്. പക്ഷേ നമ്മളൊന്ന് വീണാൽ താങ്ങി നിർത്താൻ പോലുമില്ലാതെ നമ്മൾ ഒന്ന് ഉഷാറാക്കി താഴ്ത്തിയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവരല്ലല്ലോ യഥാർത്ഥ സുഹൃത്തുക്കൾ. നമ്മുടെ വീഴ്ചയിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ്, അവരെയാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കളായി കാണേണ്ടത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഏറ്റവും പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് നബി തങ്ങളെ നമ്മൾ സ്നേഹിക്കണ്ടേ? മുഹമ്മദേ, തല ഉയർത്ത്. എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്, ഉമ്മത്തി യാ റബ്ബ്. അല്ലാഹുവേ, 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 എൻ്റെ സമുദായത്തിന്റെ കാര്യമോർത്തിട്ടാണ് ഞാൻ ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉമ്മത്തിലെ നല്ലവരായ ആളുകളെ അല്ലാഹുവേ നീ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, ധിക്കാരികളെ നരകത്തിലേക്ക്. എൻ്റെ ഉമ്മത്തിൽ എന്നെ വഴിപ്പെട്ട് എന്നെ സ്നേഹിച്ച് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിച്ച നല്ലവരായ ആളുകൾ, അവരെ നീ ഇങ്ങനെ മഹ്ശറയിലിട്ട് പൊരിക്കല്ല റബ്ബേ, അവരെ ഇങ്ങനെ വേദനിപ്പിക്കല്ല റബ്ബേ. അവർക്ക് ഈ മഹ്ശറയിൽ നിന്ന് ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാതെ ഞാൻ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രശ്നമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ആ നബിയെ നമ്മൾ സ്നേഹിക്കണ്ടേ? തിരിച്ച് സ്നേഹം കൊടുക്കണ്ടേ? തിരിച്ച് സമ്മാനം കൊടുക്കണ്ടേ? ഓരോ ബർത്ത്ഡേകൾ വരുമ്പോൾ ഭാര്യയ്ക്ക് മോതിരം വാങ്ങിച്ചു കൊടുക്കും, കൈ ചെയിൻ വാങ്ങിച്ചു കൊടുക്കും, കാൽ ചെയിൻ വാങ്ങിച്ചു കൊടുക്കും, നല്ല ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ വാങ്ങിച്ച് നമ്മളൊരു കത്തിയും കൊണ്ടുപോയി അത് കഷ്ണമാക്കി ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കും, ഫ്രണ്ട്സിൻ്റെ വായിൽ വെച്ച് കൊടുക്കും, മക്കളുടെ വായിൽ വെച്ച് കൊടുക്കും. അത് അവരുടെ സമ്മാനമാണ്.
എന്നാൽ മുത്ത് ഹബീബിനുള്ള സമ്മാനം എന്ത്? നമ്മെ ഭാര്യയെക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും മക്കളെക്കാളും സ്നേഹിച്ച ആ സ്നേഹഭാജനത്തിന് നമ്മൾ കൊടുക്കുന്ന സമ്മാനം എന്താണ്? ആ സമ്മാനമാണ് നമ്മുടെ ചിട്ടയോടെയുള്ള അച്ചടക്കത്തോടെയുള്ള ജീവിതം. അത് കണ്ടാൽ ഹബീബിൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കുമെന്നാണ്. നമ്മൾ കാണുമ്പോൾ ഹബീബിൻ്റെ കണ്ണിന് കുളിർമ ലഭിക്കണം. ഹബീബ് നമ്മെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് റൗദയിൽ കിടന്നിട്ട്. അള്ളാഹു നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾക്ക് തൗഫീക്ക് ചെയ്യട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് ഓതുമ്പോൾ കരഞ്ഞ ഒരു സംഭവമാണ് ഇനി പറയാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയപ്പോൾ നബി തങ്ങൾ പൊട്ടി പൊട്ടി കരഞ്ഞു എന്നാണ്. അതും കരഞ്ഞത് ഉമ്മത്തിനെ ഓർത്തിട്ടാണ്, നമ്മൾ ഓർത്തിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തു ഇബ്രാഹീമിലെ 36-ാമത്തെ ആയത്ത്. റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പെരുമാറിയ രംഗമാണ് ഖുർആനിൽ പറയുന്നത്. നോക്കണം, നമ്മൾക്ക് ലഭിച്ച സൗഭാഗ്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബിനെ പ്രവാചകനായിട്ട് ലഭിച്ചു എന്നുള്ളത്. ഇബ്രാഹിം നബിയുടെ സമുദായത്തിന് ഇബ്രാഹിം നബിയെ കിട്ടിയത്, മൂസാ നബിയുടെ സമുദായത്തിന് മൂസാ നബിയെ കിട്ടിയത്, പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ഒരാളെ കിട്ടിയെന്നുള്ളത് നമ്മുടെ ഭാഗ്യമല്ലേ? നമ്മൾ ഇബ്രാഹിം നബിയുടെ ഉമ്മത്തായി ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഭാഗ്യം കിട്ടോ? മറ്റുള്ള പ്രവാചകന്മാരെ നിസ്സാരമാക്കുകയല്ല, അള്ളാഹുവിൻ്റെ ഹബീബിന്റെ മഹത്വം പറയുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് പെരുമാറിയ രീതി, ഒരുപാട് കാലം ദഅവത്ത് നടത്തിയിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്ഷീണിച്ചു പോയപ്പോൾ, സമുദായത്തിൽ നിന്ന് നിരാശരായപ്പോൾ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി ഒരു ദുആ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ്. അല്ലാഹുവേ എൻ്റെ സമുദായത്തിലെ ഒരുപാട് ആളുകൾ വഴി പിഴച്ചു പോയിട്ടുണ്ട് റബ്ബേ. എൻ്റെ സമുദായത്തിലെ കേൾക്കണേ, സഹോദരന്മാരെ കേൾക്കണേ. നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ചെവി നിങ്ങൾ ഇങ്ങോട്ട് തന്നെ തരിക. ഞാൻ നിർത്തും, വേഗം നിർത്തും. ഇപ്പോൾ ചില ആളുകൾക്ക് കൂടിപ്പോകുമ്പോൾ പിന്നെ കോൺസെൻട്രേഷൻ കിട്ടൂല. അതൊക്കെ ഉള്ളത് തന്നെയാണ്. 2 മണിക്കൂറൊന്നും പ്രസംഗിച്ചുകൂടാന്നുള്ളതാണ് സത്യത്തിൽ. നബി തങ്ങളുടെ പ്രസംഗമൊക്കെ വളരെ ചുരുങ്ങിയ പ്രസംഗങ്ങളായിരുന്നു. പക്ഷെ നമ്മൾക്കിപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങി എത്ര മണിക്കുന്നല്ലോ? 11 മണിക്ക് തുടങ്ങിയ യാത്ര. ഇന്നലെ ഒരു ഡേറ്റ് കൊടുത്തിരുന്നത് ക്യാൻസൽ ആയതിൻ്റെ പേരിൽ യാത്ര കുറച്ച് ലോങ് ആയിപ്പോയി. 11 മണിയാകുമ്പോൾ എത്രയാണ്? 12, 1, 2, 3, 4, 5, 6, 7, 8 മണിക്കൂർ യാത്ര ചെയ്തിട്ട് അവിടെ എത്തി. റബ്ബി ഇന്നഹുന്ന അളലൽന കസീറൻ മിനന്നാസ്. അല്ലാഹുവേ, ജനങ്ങളിൽ ഒരുപാട് ആളുകൾ വഴി പിഴച്ചുപോയി റബ്ബേ, വഴി പിഴച്ചുപോയി ഒരുപാട് ആളുകൾ. ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി. അല്ലാഹുവേ, ആരാണ് എന്നെ കൊണ്ട് പിന്തുടരുന്നത്, ആരാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, അവരുടെ കാര്യം മാത്രമേ എനിക്ക് ശ്രദ്ധിക്കാനുള്ളൂ. എൻ്റെ കൂടെ നിന്നവരെ ഞാൻ ഏറ്റെടുക്കും. എന്നാൽ വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, എന്നോടാരെങ്കിലും മോശമായി പെരുമാറിയാൽ, അല്ലാഹുവേ, എന്നോടാരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാത്ത ആളുകൾ, അവരുടെ കാര്യം ഞാൻ ഏറ്റെടുക്കുന്നില്ല. അവരെ വേണമെങ്കിൽ നിനക്ക് ശിക്ഷിക്കാം റബ്ബേ, വേണമെങ്കിൽ നിനക്ക് പുറത്തു കൊടുക്കാം റബ്ബേ. ഞാൻ ശ്രദ്ധിക്കുന്നത് എന്നെ ഫോളോ ചെയ്ത ആളുകളെ മാത്രമാണ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന രംഗം പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിൻ്റെ ഹബീബ് ഓതിയപ്പോൾ കരയാൻ തുടങ്ങി. അതേപോലെ സൂറത്തുൽ മാഇദയിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഓതുന്നൊരു രംഗമുണ്ട്. തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. അല്ലാഹുവേ, തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ്, കാരണം അവർ നിന്റെ അടിമകളാണ്. എന്നെ പിന്തുടരാത്തവർ, എന്നെ ഫോളോ ചെയ്യാത്തവർ, എന്നെ പിൻപറ്റാത്തവർ, അവരെ നീ ശിക്ഷിക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടമാണ് റബ്ബേ, കാരണം ഫഇന്നഹും മിൻ ഇബാദിക്, ഫഇന്നഹും ഇബാദുക്, അവർ നിന്റെ അടിമയാണ്. വയതഗ്ഫിർ ലഹു ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. ഇനി നീ അവർക്ക് മാപ്പ് നൽകിയാൽ
അത് നിന്റെ ഇഷ്ടമാണ്, നീ ഗഫൂറാണല്ലോ, നിന്റെ ഇഷ്ടമാണ്. ഇത് ഈ ആയത്ത് ഓതിയപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. ഫറഫഅ യദൈഹി, ഇരു കരങ്ങളും ഉയർന്നു. ഓതുന്നതിനിടയിൽ ഇരു കരങ്ങളും ഉയർന്നു. എന്നിട്ട് വഖാൽ, പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയില്ല. എന്നെ പിൻപറ്റിയവരെ മാത്രം രക്ഷപ്പെടുത്തണമെന്ന് ഞാൻ പറയില്ല. അല്ലാഹുമ്മ ഉമ്മത്തി ഫബകാ റസൂലുള്ളാഹ്. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് കരയാൻ തുടങ്ങി. കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി. അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുവേ എന്റെ സമുദായം, അല്ലാഹുവേ എന്റെ സമുദായം എന്നിങ്ങനെ പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നത്. യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്. ജിബ്രീലേ, മുഹമ്മദിന്റെ അടുത്തൊന്ന് പോയി നോക്ക്. മുഹമ്മദ് വല്ലാത്ത കരച്ചിലാണ്, വല്ലാത്ത വിഷമത്തിലാണ്. എന്തിനാണ് കരയുന്നത് എന്നൊന്ന് ചോദിക്ക്. ഫസൽഹു മാ യുബ്കീക്, എന്തിനാണ് കരയുന്നത് എന്ന് മുഹമ്മദിനോടൊന്ന് ചോദിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമത്തെ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഈ 2 ആയത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓതിക്കൊടുത്ത് കരയാൻ തുടങ്ങിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിൽ പറയാൻ ഞാൻ തയ്യാറല്ല. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ എന്റെ ഉമ്മത്തിനെ കൈയൊഴിയാൻ ഞാൻ തയ്യാറല്ല. എന്റെ ഉമ്മത്തിന്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം വേണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സമീപത്തേക്ക് എത്തി തിരിച്ചു വരികയാണ്. എന്നാ ജിബ്രീലെ മുഹമ്മദിനോട് പറയ്, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസൂക്. മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേര് കേൾക്കുമ്പോഴൊക്കെ എവിടെയായാലും സ്വലാത്ത് ചൊല്ലട്ടോ. വലിയൊരു പേര്, മൂപ്പരുടെ പേര് ഓർമ്മയില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായ ഒരാൾ, ഒരു ആലിം, വലിയൊരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ മരണശേഷം, അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തെ സ്വപ്നം കാണുകയുണ്ടായി. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ഖബറിൽ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അപ്പൊ പറഞ്ഞ മറുപടി, ഞാൻ കിതാബ് എഴുതുന്ന സമയങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വരുമ്പോ നമ്മൾക്ക് എന്ത് ചെയ്യാം? സ്വാദിട്ടിട്ട് ബ്രാക്കറ്റ് ഇടും, അല്ലെ? കുറെ എഴുതുമ്പോൾ ഇടക്കിടക്ക് ഇപ്പൊ പ്രസംഗത്തിൽ തന്നെ എത്രയോ തവണ നബി തങ്ങളുടെ പേര് വരും. നബി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഓരോ തവണയും പറയണം. അങ്ങനെ ഞാൻ കിതാബ് എഴുതുമ്പോൾ മുഹമ്മദ് എന്ന പേര് വന്നാൽ ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എൻ്റെ കൈകൾ കൊണ്ടെഴുതും. ചില ആളുകൾ ബ്രാക്കറ്റിൽ സ്വാദിട്ട് വിടും, ഞാനാണെങ്കിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതും. അങ്ങനെ ഒരു കിതാബിൽ എത്ര തവണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വന്നോ ആ തവണ മുഴുവനും എൻ്റെ കൈകൾ കൊണ്ട് ഞാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ എഴുതി. നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുമ്പോൾ സാ എന്നിട്ടിട്ട് ബ്രാക്കറ്റിലിടും. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ PBUH, പീസ് ബി അപ്പോൺ ഹിം എന്നർത്ഥമുള്ള PBUH എന്നിട്ടിട്ട് ബ്രാക്കറ്റിലിടും. എന്നാൽ ആ മഹാനായ പണ്ഡിതൻ അദ്ദേഹം ഒരു കിതാബ് മുഴുവനും സ്വന്തം കൈപ്പടയിൽ നബി തങ്ങളുടെ പേര് വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെഴുതി. അത് കാരണത്താൽ എനിക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന്. നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. നബി തങ്ങളുടെ എവിടെ പേര് കേൾക്കുമ്പോഴും ഏത് സ്ഥലത്ത് പേര് കേട്ടപ്പോഴും ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. വഅല പറയുമ്പോൾ ഞാൻ അടക്കം ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വിഷയമാണ്. എങ്കിൽ നമ്മൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, ഇന്നാ സനുർളീക ഫീ ഉമ്മതിക വലാ നസൂക്. നബിയേ, നിങ്ങളുടെ ഉമ്മത്തിൽ, നിങ്ങളുടെ സമുദായത്തിന്റെ വിഷയത്തിൽ എന്തു ചെയ്താലാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ ഞാൻ നിങ്ങളോട് പെരുമാറാം, നിങ്ങളുടെ സമുദായത്തോട് പെരുമാറാം. അഥവാ അല്ലാഹു പറയാണ് നബി തങ്ങളോട്, നിങ്ങളുടെ സമുദായത്തിനെ ഞാൻ ഏത് രീതിയിൽ പെരുമാറുന്നതാണ് നിങ്ങൾക്കിഷ്ടം, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യാം. നിങ്ങൾ പറഞ്ഞു ശിക്ഷിക്കണ്ട, ശിക്ഷിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. എന്നാൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടം അത് ഞാൻ ചെയ്യാം, അത് പറഞ്ഞോളൂ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇദൻ ലാ അല്ലാഹ് വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ. അല്ലാഹുവേ, എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് നമ്മുടെ ഉമ്മ പറഞ്ഞോ, ഉപ്പ പറഞ്ഞോ, കുടുംബം പറഞ്ഞോ, ചങ്ങാതിമാര് പറഞ്ഞോ, നമ്മെ കാണാത്ത നമ്മുടെ ഹബീബ് നമ്മൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തതല്ലയോ ഇത്? എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എങ്ങാനും ആരെങ്കിലും ഒരാൾ നരകത്തിൽ കിടക്കുന്നത് എനിക്ക് കാണാനോ അറിയാനോ ഇടവന്നാൽ ഞാൻ നരകത്തിലേക്ക് പോയി ഉഖ്രിജുഹും മിനന്നാർ, എന്റെ കൈപിടിച്ച് ഞാൻ നരകത്തിൽ നിന്ന് കോരിയെടുത്ത് വഉദ്ഖിലുഹുമുൽ ജന്ന, അവരെ ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹിസാബില്ലാതെ അദാബില്ലാതെ കോടിക്കണക്കിന് ആളുകളെ നീ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ ഒരു സദസ്സ് കാരണം, ഹുബ്ബുർ റസൂൽ പ്രഭാഷണം കാരണം, അള്ളാഹുവേ, ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് ദുനിയാവിന്റെ നേട്ടം ആഗ്രഹിച്ചിട്ടല്ല. അള്ളാഹുവേ, പാരത്രിക ലോകത്തെ വിജയം ആഗ്രഹിച്ചിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. അള്ളാഹുവേ, നിന്റെ ഹബീബിനോടുള്ള സ്നേഹം കാരണമാണ് നമ്മുടെ സംഘാടകർ ഊണും ഉറക്കുമില്ലാതെ പ്രയാസപ്പെട്ടത്, വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്തത്. മാസങ്ങളായി ഇതിന്റെ പിന്നിലാണവർ. അല്ലാഹുവേ, അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും ഈ ഒരു മഹബ്ബത്തുർ റസൂൽ കാരണം നാളെ ഹിസാബില്ലാതെ, വിചാരണയില്ലാതെ, ശിക്ഷയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നിർത്താൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമാ മസലി വമസലുൻ നാസ്, എന്റെയും ജനങ്ങളുടെയും ഉദാഹരണം, നിങ്ങളുടെയും എന്റെയും ഉദാഹരണം, കമസലി റജുലിൻ ഇസ്തൗഖദ നാറൻ, ഒരു തീ കത്തിച്ച ഒരാളെ പോലെയാണ്. തീ കത്തിച്ച ഒരാളാണ് ഞാൻ. എന്റെയും നിങ്ങളുടെയും ഉദാഹരണം തീ കത്തിച്ച ഒരു സഹോദരനെ പോലെയാണ് ഞാൻ. ഫലമ്മാ അളാഅത് മാ ഹൗലഹ, തീ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, ജഅലൽ ഫിറാഷ് വഹാദിഹി ദവാബുല്ലതി തഖഉ ഫിന്നാരി യഖഅന ഫീഹാ, നമ്മൾ നല്ലൊരു തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് പ്രാണികൾ വന്ന് വീഴും, അതിലേക്ക് പാറ്റകൾ വന്ന് വീഴും, അതിലേക്ക് പല ജന്തുക്കളും വന്ന് വീഴും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? ഒരു തീ കത്തിച്ചിട്ട് അവിടെ ഞാൻ കാവൽ നിൽക്കാൻ. എന്തിന്? ഈ പ്രാണികളും പാറ്റകളും പാറ്റകളും ഇതിലേക്ക് വന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ അവയെ ഇങ്ങനെ ആട്ടുകയാണ്, തീയുടെ മുമ്പിൽ നിന്ന് ഞാൻ ആട്ടുകയാണ്. അതേപോലെയാണ് ഞാൻ നരകമെന്ന് പറയുന്ന ഭയാനകമായ ലോകത്തേക്ക് നാളെ വറക കൊള്ളിയായി എൻ്റെ അടിമകൾ, എൻ്റെ സമുദായം വീഴാതിരിക്കാൻ വേണ്ടി നരകത്തിന്റെ മുന്നിൽ നിന്നിട്ട് നരകത്തിലേക്ക് വീഴുന്നവരെ തടയുന്ന ആ തീ ജ്വാലകളിലേക്ക് വീഴുന്ന പാറ്റകളെ തടയുന്നത് പോലെ ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് തടയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്, കള്ള് കുടിക്കരുത് എന്ന് പറയുന്നത്, കുടിച്ചാൽ നരകമാണ്. അതേപോലെ വ്യഭിചരിക്കരുതെന്ന് പറയുന്നത്, വ്യഭിചരിച്ചാൽ നരകമാണ്. സ്വഭാവം നന്നാക്കണമെന്ന് പറയുന്നത്, സ്വഭാവം മോശമായാൽ നരകമാണ്. അപ്പൊ ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എന്നിട്ടും ആ പ്രാണികൾ തീയിലേക്ക് വീഴുന്നത് പോലെ, ഇതൊക്കെ തടഞ്ഞിട്ടും ചില പ്രാണികൾ തീയിലേക്ക് വീഴുന്നത് പോലെ നിങ്ങളും വീഴാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ പിരട്ടി ഞാൻ പിടിക്കും, നിങ്ങളുടെ മൂർധാവ് ഞാൻ പിടിക്കും, എന്നിട്ട് ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് വലിച്ചെടുക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ കുറിച്ച് മനസ്സിലാകാൻ ഇതിൽ നിന്നപ്പുറം എന്താ ഞാൻ പറഞ്ഞു തരേണ്ടത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ഇതിനേക്കാളും അപ്പുറം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉമ്മത്തിനോട് നമ്മോട് നബിത്തങ്ങൾ കാണിച്ച സ്നേഹം നമ്മൾ മനസ്സിലാക്കിയില്ലേ? ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ആ സ്നേഹത്തിന് പകരം തിരിച്ചെന്ത് നമ്മൾക്ക് കൊടുക്കാൻ കഴിയും? ആ സ്നേഹത്തിന് പകരം നമ്മൾക്ക് തിരിച്ചെന്ത് കൊടുക്കാൻ കഴിയും? അതിനെക്കുറിച്ചാണ് ഇനിയുള്ള നാളുകളിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. ചിന്തിച്ച് എന്ത് പ്രവർത്തിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഇത് എൻ്റെ ഹബീബിനുള്ള സമ്മാനമാണോ, അല്ല എൻ്റെ ഹബീബിന് വേദനയാണോ സമ്മാനിക്കുക, അല്ല ദുഃഖമാണോ, അല്ല സന്തോഷമാണോ എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.
ഉമ്മത്തിന് പ്രയാസമില്ലാതിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളിൽ നബി തങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും അൻ യുസല്ലൂഹാ ഹകദാ. നബി തങ്ങളുടെ നിസ്കാരം അറിയാം. ഹുസൈഫ തങ്ങൾ നബി തങ്ങളുടെ പിന്നാലെ നിസ്കരിച്ചൊരു സംഭവമുണ്ട്. ഞാൻ ഇങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി, നബി തങ്ങൾ ഫാത്തിഹ ഓതി ചെറിയൊരു സൂറത്ത് ഓതി റുകൂഇൽ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നബി തങ്ങൾ 100 ആയത്തോതി. ഞാൻ വിചാരിച്ചു 100 കഴിഞ്ഞാൽ റുകൂഇൽ പോകുമെന്ന്. ഇല്ല, സൂറത്തുൽ ബഖറ മുഴുവനും ഓതി. ഞാൻ വിചാരിച്ചു ബഖറ കഴിഞ്ഞാൽ റുകൂഇൽ പോകുമെന്ന്. ഇല്ല, സൂറത്തു ആലു ഇമ്രാൻ ഓതി. ആലു ഇമ്രാൻ പകുതി ഓതിയാൽ സുജൂദിൽ പോകുമെന്ന് വിചാരിച്ചു. ഇല്ല, ആലു ഇമ്രാനും കഴിഞ്ഞു, നിസാഉം കഴിഞ്ഞു. ഇങ്ങനെ നബി തങ്ങൾ നീണ്ടു നിൽക്കുന്ന നിസ്കാരം, നീണ്ടു നിൽക്കുന്ന റുകൂഅ്, നീണ്ടു നിൽക്കുന്ന സുജൂദ്, ഇത് നിസ്കരിച്ചു എന്ന് മഹാനായ ഹുസൈഫ തങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നബി തങ്ങൾ പറയാൻ, അങ്ങനെ ഒരു നിസ്കാരം നിങ്ങൾക്ക് ഞാൻ നിർബന്ധമാക്കാത്തത് എൻ്റെ സമുദായത്തിന് പ്രയാസം വരുമോ, നമ്മൾക്ക് ബുദ്ധിമുട്ടുമോ എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങനെ കൽപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു 5 നേരം 5 മിനിറ്റ് ചെലവഴിക്കാൻ കഴിയാത്ത നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു നമ്മെ കാക്കട്ടെ. അതേപോലെ എന്റെ സമുദായത്തിന് പ്രയാസം തോന്നുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ പല്ല് തേക്കാൻ നിർബന്ധിക്കാത്തത്. നിങ്ങൾ ഓരോ നിസ്കാരത്തിലും പല്ല് തേക്കണം. ഓരോ നിസ്കാരത്തിന്റെ മുമ്പിനും നിങ്ങൾ പല്ല് തേക്കണം. എന്തേ നമ്മുടെ പല്ലുകൾ കേടുവരുന്നത്? പല്ല് റൂട്ട് കനാൽ ചെയ്യണം, ഫില്ല് ചെയ്യണം, പല്ല് മാറ്റി സ്റ്റീൽ പല്ല് വെക്കണം, സ്വർണ്ണപ്പല്ല് വെക്കണം. ഇതൊക്കെ എന്തുകൊണ്ട്? പല്ല് തേക്കാത്തത് കാരണത്താലാണ്. 5 നേരം മക്കളെ പല്ല് തേപ്പിക്കണം. നമ്മുടെ ചെറിയ മക്കൾ മുതൽ മുതിർന്നവർ വരെ ഓരോ നിസ്കാര സമയത്തും കൃത്യമായി പല്ല് തേക്കണം. ഉളൂ ചെയ്യുന്ന സമയത്ത് പല്ല് തേക്കുക, അറാക്ക് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ ബ്രഷ് കയ്യിൽ പിടിക്കുക. ഉളൂ ചെയ്യുമ്പോൾ പല്ല് തേക്കുക, എന്നിട്ട് അവിടെ വെക്കുക. അസറും ദുഹറും മഗ്രിബും ഇശാവും 5 നേരം നിങ്ങൾ പല്ല് തേച്ചാൽ നിങ്ങളുടെ പല്ലിൽ ഒരു കേടുമുണ്ടാവൂല, ഒരു പ്രയാസമോ വേദനയോ ഒന്നും ഉണ്ടാവൂല. അതോടൊപ്പം നിങ്ങൾക്ക് എനിക്ക് നിർബന്ധിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നിർബന്ധമായി ചെയ്യണമെന്നാണ് ഈ ഹദീസിന്റെ താല്പര്യം. നിങ്ങളോട് ഇത് നിർബന്ധമായി ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ പല്ല് തേക്കുന്ന ആളുകളൊക്കെ ഇല്ലേ, അവരെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ക്ഷീണാവൂലേ എന്ന് വിചാരിച്ച് ഞാൻ നിർബന്ധിപ്പിക്കാത്തതാണ്. എന്നാലും നിങ്ങൾ 5 നേരം ചെയ്യണം കേട്ടോ. നബി തങ്ങൾ പറഞ്ഞതിൻ്റെ ആശയം അതാണ് അല്ലേ. രാവിലെയൊക്കെ പല്ല് തേക്കാതെ ബെഡ് കോഫി കുടിക്കുന്ന ആളുകളില്ലേ, രാത്രി ഉറങ്ങുമ്പോൾ പല്ല് തേക്കാത്ത ആളുകളില്ലേ, ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ നല്ല മത്തി എന്ന് പറയും. മത്തി ഉണ്ട് അവിടെ ഉണ്ടോ? മത്തി, അയല, ആ സ്മെല്ലുള്ള മീനൊക്കെ കഴിച്ചിട്ടേ പല്ലും തേക്കാതെ ഭാര്യയുടെ കൂടെ ഒക്കെ കിടന്നുറങ്ങിയാലേ പിന്നെ നാളെ ഭാര്യ വിചാരിക്കും അപ്പുറത്ത് പോയിട്ട് ഉറങ്ങാൻ, ഭർത്താവും വിചാരിക്കും. അപ്പം അതുകൊണ്ട് നല്ല വൃത്തിയിൽ പല്ലൊക്കെ തെച്ച് കിടന്നുറങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ ഈശാ നിസ്കാരത്തിൻ്റെയും മഗ്രിബിൻ്റെ ഇടയിൽ 1 മണിക്കൂറല്ലേ വ്യത്യാസമുള്ളൂ. 6:05 എത്ര മണിക്ക് ഇവിടെ ബാങ്ക്? 6:05 6:04 6:05 അതിനോട് പരിസരം. ഇശാ ബാങ്ക് 7:15 അല്ലേ. 1 മണിക്കൂറിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ എനിക്കത് സുലുസുല്ലൈലിലേക്ക് രാത്രിയുടെ 1/3 അപ്പൊ 4 മണിക്ക് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞ് അഥവാ ഒരു 11 മണിയിലേക്ക് 10 മണിയിലേക്ക് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിത് മാറ്റിയാൽ പലർക്കും ഇത് പ്രയാസമാകും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഇശാ നിസ്കാരം 10 മണി 11 മണിക്കൊക്കെ ആക്കിയാൽ നമ്മൾക്ക് പ്രയാസമാവൂലേ? ഉറങ്ങിപ്പോവും, നമ്മൾ നിസ്കരിക്കൂല. അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. മഗ്രിബ് നിസ്കാരത്തിൻ്റെ 1 മണിക്കൂർ ഗ്യാപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് ഇശാ നിസ്കാരം നിർബന്ധമാക്കി തരുന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഇനി ആരും പോകരുത്, നമ്മൾക്ക് ദുആ ചെയ്തിട്ട് പോവാൻ. നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞ, നബി തങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത വളരെ മനോഹരമായ സദസ്സാണ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ഈ ഒരു ഹദീസും കൂടി കഴിഞ്ഞ് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ അവസാനമായൊരു ഹദീസ് കൂടി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഹബീബിനെ കാണാനിടയായി. എവിടെ? അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ അവസാന കാലഘട്ടത്തിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഖബർസ്ഥാനിലേക്ക് ചെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, വദിത്തു ഇന്നി ലഖീതു ഇഖ്വാനി വദിത്തു അന്നി ലഖീതു ഇഖ്വാനി വദിത്തു അന്നി ലഖീതു ഇഖ്വാനി. ഞാൻ എൻ്റെ സഹോദരങ്ങളെ കണ്ടിരുന്നുവെങ്കിലെന്ന് കൊതിച്ചു പോവുകയാണ്. എൻ്റെ സഹോദരങ്ങളെ ഞാനൊന്ന് കണ്ടിരുന്നുവെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. അപ്പോഴാണ് മഹാനായ സ്വഹാബി വര്യർ ചോദിച്ചത്, അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്, അവലൈസ നഹ്നു ഇഖ്വാനുക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ നബിയേ, ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ നബിയെ, ഞങ്ങളെ കണ്ടാൽ പോരെ, ഞങ്ങൾ ഇവിടെ തന്നില്ലേ? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, അൻതും സ്വഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളല്ല. പിന്നെ എൻ്റെ സഹോദരങ്ങൾ ആരാണ്? കരയുകയാണ് നബി തങ്ങൾ ദുആ ചെയ്തിട്ട്, എനിക്കെൻ്റെ സഹോദരങ്ങളെ കാണണം, എനിക്കെൻ്റെ സഹോദരങ്ങളെ കാണണം. ആരാണ് നബിയെ? ഞങ്ങൾ സഹോദരങ്ങളല്ലേ? അല്ല, നിങ്ങൾ സ്വഹാബാക്കളാണ്. നബി തങ്ങൾ കാണാൻ കൊതിച്ചുപോയ സഹോദരങ്ങൾ ആരാണ്? നബി തങ്ങൾ പറയുന്നുണ്ട്, വലാകിന്ന ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങൾ, അല്ലദീന ആമനൂ ബി, എന്നെ വിശ്വസിക്കുന്നവരാണവർ, എന്നെ വിശ്വസിക്കുന്നവരാണവർ. വലം യറൗനി, ജീവിതത്തിൽ അവരെന്നെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ അവരെന്നെ കണ്ടിട്ടില്ല. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടിട്ടില്ല, പക്ഷെ ഹബീബ് പറഞ്ഞത് 100% നമ്മൾ വിശ്വസിക്കുകയാണ്. നബി തങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, എന്നെ കാണാതെ എന്നെ സ്നേഹിച്ച് ഞാൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് പൂതിയാവുന്നു, എനിക്ക് ആഗ്രഹം തോന്നുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ കാണാൻ കൊതിയോട് കൂടിയാണ് മരിച്ചുപോയത്. മുഅ്മിനീങ്ങളെ, മരണസമയത്ത് പോലും ഉമ്മച്ചി ഉമ്മച്ചി, എന്റെ സമുദായമേ എന്ന് വിളിച്ചിട്ടല്ലയോ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ സദസ്സിലൂടെ പരിശുദ്ധ ഹബീബിനെ നെഞ്ചിലേറ്റാൻ നമ്മൾക്ക് സാധിക്കണം. പരിശുദ്ധ ഹബീബ് നമ്മെ സ്നേഹിച്ചതുപോലെ തിരിച്ച് സ്നേഹിക്കാനും ജീവിതം ഒരു സമ്മാനമാക്കി അല്ലാഹുവിന്റെ ഹബീബിന് നൽകാനും നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.